بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين لا تزول قدم ابن آدم يوم القيامة حتى يسأل عن خمس عن عمره فيما أفناه وعن شبابه فيما أبلاه وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم صدق شفيعنا رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي ആദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ അതിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം പറഞ്ഞു വച്ചത്. 8 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ ഓതിവെച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ടത് നമുക്ക് പറയാനുണ്ട്, പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും വിശുദ്ധ ഖുർആനിൻ്റെ തണൽ ലഭിക്കുന്ന, പ്രത്യേകിച്ച്
ഏറ്റവും അധികം ഭയാനകമായ സംഭവങ്ങൾ നമ്മിലേക്ക് വരുന്ന മരണാനന്തര ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ തണലാകുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക രംഗത്തുള്ള വഴിവിട്ട പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രീതിയിൽ സാമ്പത്തിക രംഗത്തും മറ്റുമൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നേറാനും ഓർമ്മപ്പെടുത്തിയ ശേഷം വലിയ 2 താക്കീതുകളാണ് ഇന്നലെ നാം ശ്രവിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭവുമായ മരണവും മരണാനന്തര ജീവിതത്തിലെ അവസ്ഥകളെയും ശരിയായ നിലക്ക് ഓരോ മനുഷ്യനും അനുഭവമാകുന്ന, തിരിച്ചറിവാകുന്ന രൂപത്തിൽ വരുന്ന ആ 2 രംഗങ്ങളെയും ഓർമ്മപ്പെടുത്തിയ ശേഷം അല്ലാഹു തആല വീണ്ടും പറയുന്നു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. കല്ലാ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല കാര്യം. ദുനിയാവിൽ ജീവിക്കാൻ എല്ലാ നിലക്കുമുള്ള ബഹുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഇവിടെയുള്ള സാമ്പത്തികമായ നിലക്കുള്ള പുരോഗതിയും മറ്റുമൊക്കെ ആവശ്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയത് ശരിയല്ല. തക്കാസുറിൽ നിന്ന്, സാമ്പത്തിക പെരുപ്പം വഴിവിട്ട രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ട് ഒന്നുകൂടി ചിന്തിക്കണം. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഥാർത്ഥ അറിവ്, സംശയരഹിതമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അപജയം നിങ്ങൾക്ക് വന്നുപെടില്ലായിരുന്നു. ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാകേണ്ടത് ഇൽമുൽ യഖീനാണ്. ഇൽമുൽ യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരുവിധ സന്ദേഹത്തിനും വകവെക്കാത്ത നല്ല ഉറപ്പുള്ള ഇൽമ്, ഇൽമുൻ യഖീനിയുൻ എന്ന് പറയേണ്ടതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഇൽമുൽ യഖീൻ എന്താണ് എന്നത് വിവിധ ഉദ്ദേശങ്ങൾ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ശക്കില്ലാത്ത വിധം വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരാനുഷ്ഠാനങ്ങളിലുമുള്ള അറിവ്, ആ അറിവ് സംഭരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും തക്കാസുർ നിങ്ങളെ ജോലിയാക്കുകയില്ല. യഥാർത്ഥ അറിവുള്ള ആളുകളൊക്കെ ദുനിയാവിനെ കൈകാര്യം ചെയ്തത് നമുക്കറിയാം. ഒരു താൽക്കാലിക സൗകര്യം എന്ന രൂപത്തിലാണ്. ഏറ്റവും വലിയ അറിവുള്ള, ഏറ്റവും വലിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനെ സ്വീകരിച്ചത് ആ ഒരു രൂപത്തിലാണ്. വമാ അന ഫിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ യസ്തളില്ലു തഹ്ത ഷജറ. ഞാൻ ഈ ദുനിയാവിൽ ഒരു താൽക്കാലിക തണൽ കൊള്ളുന്നവൻ മാത്രമാണ്. താൽക്കാലിക ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ പാരത്രിക ലോകത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ വിശ്രമിക്കുന്ന ആള് മാത്രമാണ്. അവിടുത്തെ വിശാലമായ ഇൽമു കൊണ്ടാണ് എത്ര സൗകര്യമുള്ള ദുനിയാവ് അല്ലാഹു തആല കൊടുക്കാൻ തീരുമാനിച്ചിട്ടും തങ്ങളത് വേണ്ട എന്ന് പറഞ്ഞത്. വഖദതു സുഹുദഹു ഫീഹാ ലറൂറതുഹു ഇന്നല്ലറൂറത ലാ തഅദു അനിൽ ഇസ്മി വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി
عن نفسه فأراها أيما شممي. ഉഹുദ് പർവ്വതം സ്വർണമായി തങ്ങൾക്ക് നൽകാൻ അള്ളാഹു തീരുമാനിച്ചപ്പോ വേണ്ടാന്ന് വെച്ചത് അള്ളാഹു നൽകിയ പവിത്രധന്യമായ ഇൽമു കൊണ്ട്, യഖീനായ ഇൽമു കൊണ്ട് ഈ ദുനിയാവ് വേണ്ട വിധം കൈകാര്യം ചെയ്ത് ജീവിക്കാൻ തങ്ങൾ തീരുമാനിച്ചു. സുഹുദിന്റെ ഏറ്റവും അങ്ങേയറ്റ തലം സ്വീകരിക്കാൻ തങ്ങൾ തീരുമാനിച്ചു. ആ സുഹുദിനോണം വിശാലമല്ല ഈ ദുനിയാവിന്റെ പ്രവിശാലത. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഏറ്റവും ബഹുമാനമുള്ള ഒരധ്യായത്തോളം എത്തുകയില്ല ഈ ദുനിയാവിലുള്ള മുഴുവൻ സാമ്പത്തിക സ്രോതസ്സുകളും. വലിയ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകൾ തങ്ങളെ മുന്നിൽ വന്ന് അവരുടെ ദുനിയാവിന്റെ പ്രൗഢി കാണിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, തങ്ങൾ വിഷമിക്കേണ്ടതില്ല. വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ആവർത്തിച്ചാവർത്തിച്ച് ഓതുന്ന 7 സൂക്തങ്ങളുള്ള ഒരു സൂറത്ത്, ഖുർആനുൽ അദീം എന്ന് മൊത്തം പേര് നൽകപ്പെട്ട ഒരു സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ. അവർക്ക് അല്ലാഹു നൽകിയ ആ സമ്പത്തിനെക്കാളും വലുതാണ് തങ്ങൾക്ക് തന്ന സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് കിട്ടുന്ന നേട്ടം അവരുടെ ഈ ഭൗതിക ലോകത്തുള്ള ഈ സുഖസൗകര്യങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ദുനിയാവും ലഭിക്കുന്നു, ആഖിറവും ലഭിക്കുന്നു. അവരുടെ സമ്പത്ത് കൊണ്ട്, മുശ്രിക്കുകളുടെ നിഷേധികളുടെ സമ്പത്തിന്റെ പളപളപ്പ് കൊണ്ട് ദുനിയാവിലെ സുഖം മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് നബിയെ, വലാ തമുദ്ദന്ന അനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. വിവിധ തരം സാമ്പത്തിക രംഗത്തുള്ള സ്രോതസ്സുകൾ നൽകി വിവിധ തരം സുഖങ്ങൾ നൽകിയ ആളുകളുണ്ട്. അവരിലേക്ക് തങ്ങൾ ദൃഷ്ടി നീട്ടരുത്. അവരുടെ സുഖങ്ങൾ കണ്ട് തങ്ങൾ ഒരു നിലക്കും ആഗ്രഹിക്കേണ്ടതില്ല. അതിനേക്കാൾ വലിയ സുഖമാണ് തങ്ങൾക്ക് നാം തന്നിരിക്കുന്നത്. സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. സഹോദരന്മാരെ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് കിട്ടുന്ന ശിഫാ കോടിക്കണക്കിന് ആസ്തി കൊണ്ട് ലഭിക്കുകയില്ല. ഒരൊറ്റ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് കിട്ടുന്ന ശിഫാഇന് വിലമതിക്കാൻ കഴിയില്ല. സ്വഹാബത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിച്ച് നന്നായി അത് ഗ്രഹിച്ച് തങ്ങൾ മന്ത്രിക്കുന്നത് പോലെ മന്ത്രിക്കുന്നത് കണ്ടു പഠിച്ച സ്വഹാബ ഒരു കൂട്ടം ആളുകൾ യാത്ര പോകുന്ന വഴിമധ്യേ യാത്രയിൽ അവർ ഭക്ഷണം ലഭിക്കാൻ തൊട്ടടുത്തുള്ള യാത്രാമധ്യേ തൊട്ടടുത്തുള്ളൊരു വീട്ടുകാരോട്, വലിയൊരു ഗോത്രത്തോട് പോയിട്ട് ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കൊടുത്തില്ല. സൂറത്തുൽ ഫാത്തിഹക്കാണ് ഈ ലോകത്തുള്ള ദുനിയാവിൽ ഏത് കോടീശ്വരന്റെ കോടിപതിയുടെ കോടിയേക്കാളും വലിയ മഹത്വമുള്ളത്. ഏത് സ്ഥാനമാനങ്ങളുള്ളവരുടെ സ്ഥാനമാനത്തെക്കാളും മഹത്വമുള്ളത് സൂറത്തുൽ ഫാത്തിഹക്കാണ്. പക്ഷെ അത് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഒടിവും നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു തആല ഹബീബായ തങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയുന്നു. ഭക്ഷണം ചോദിക്കാൻ ചെന്നപ്പോൾ ഭക്ഷണം കൊടുക്കാത്ത വീട്ടുകാര് കുറച്ചു നേരം കഴിഞ്ഞതിൽപ്പെട്ടൊരു മെമ്പർ വന്നിട്ട് ചോദിക്കുന്നു, ഹൽ ഫീകും മിൻ റാഖ്, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തേ കാരണം? ഞങ്ങളുടെ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ തേള്, രണ്ടും കാണാം ഹദീസിൽ. രണ്ടായാലും ഒരു വിഷവസ്തു എന്നർത്ഥം. തേളിന്റെയോ പാമ്പിന്റെയോ കടിയേറ്റ് കാല് മുഴുവനും വീർത്തി വികസിച്ച് വന്നിരിക്കുന്നു. നടക്കാൻ കഴിയാതെ വിഷമത്തിലാണ്. അതും ഗോത്രത്തിലെ നേതാവാണ്, കുടുംബ തലവനാണ്, നേതാവാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? മന്ത്രിക്കാൻ കഴിവുള്ളവർ ഉണ്ട്. പക്ഷേ വെറുതെ അങ്ങോട്ട് മന്ത്രിച്ചു തരാനൊക്കൂല. കാരണം മാനുഷിക പരിഗണന എന്ന നിലക്കൊരു ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത കൂട്ടരാ നിങ്ങള്. യാത്രക്കാരല്ലേ ഞങ്ങള്. ഏത് യാത്രക്കാർക്കും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് മനുഷ്യന്റെ മര്യാദയാണ്. ജാതി മതഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി ഒരു മനുഷ്യൻ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ യാത്രക്കാരനാണ്. ആർക്കും പ്രയാസം വന്നേക്കാൾ ഭക്ഷണം കൊടുക്കണം. എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന നിലക്ക് യാത്രക്കാരിൽ വ്യത്യാസം കാണിക്കാതെ ഭക്ഷണം കൊടുക്കണം.
വെള്ളം കൊടുക്കണം, സഹായങ്ങൾ ചെയ്യണം. അത് മനസ്സിലാക്കിയ നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരാത്തവരാണ്. അതുകൊണ്ട് വെറുതെ അങ്ങ് മന്ത്രിച്ചു തരാൻ ഞങ്ങളില്ല. മന്ത്രത്തിന് ഫലമായിട്ട് നിങ്ങൾ വല്ലതും തരണം. എന്ത് വേണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തരാം. മന്ത്രിക്കാൻ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബിയാണ് പോയത്. ഒരു റിപ്പോർട്ടിൽ കാണാം അവർ 30 ആളുകളുണ്ട് ആ യാത്രാ സംഘത്തിൽ. ഒരാളാണ് മന്ത്രിക്കാൻ പോയത്. മന്ത്രിച്ചു, ഒരൊറ്റ ഫാത്തിഹ ഓതി, സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതി ആ കാലിലേക്കൊന്ന് മന്ത്രിച്ചപ്പോഴേക്ക് ഉടനെ തന്നെ വിഷാംശങ്ങൾ മുഴുവനും ഇറങ്ങിപ്പോയി. ഒന്ന് കാല് പൊന്തിച്ച് ചവിട്ടാൻ കഴിയാത്ത ഗോത്രത്തലവൻ സുന്ദരമായി നടക്കുന്നു, ഇരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എല്ലാ അസുഖങ്ങളും ഉടനടി മാറിപ്പോയി. ഇവർക്ക് വേണ്ട അത്രയും ആടുകളെ കൊടുക്കൂന്നാ പറഞ്ഞത്. 1 ദീനാറല്ല, 1 ദിർഹമല്ല. ഒരു റിപ്പോർട്ട് പ്രകാരം 30 ആടുകളെയാണ് കൊടുത്തത്. യാത്രക്കാരുടെ എണ്ണം കണക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ആടിനെ കൊടുത്തു എന്നർത്ഥം. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഒരാൾ ഒരു ദിവസം കൂലിവേല ചെയ്താൽ അത്രയും ആടുകളെ വാങ്ങാനൊക്കുമോ അന്നത്തെ കാലത്ത്? ഇല്ലല്ലോ സഹോദരങ്ങളെ. ഒരു സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് അള്ളാഹു നൽകിയ മഹത്വം നോക്കണം. 30 ആടുകളെയാണ് ഗോത്രത്തലവൻ കൊടുക്കാൻ പറഞ്ഞത്. ആടുകളെയുമായിട്ട് മന്ത്രിക്കാൻ ചെന്ന സ്വഹാബി തിരിച്ചു വരുമ്പോൾ, സ്വഹാബിമാര് വലിയ സൂക്ഷ്മതയുള്ളവരാണ്. അവരുടെ അറിവാണ് അവരുടെ സൂക്ഷ്മതയുടെ ആഴം മനസ്സിലാക്കി തരുന്നത്. കൂട്ടത്തിൽ 2 വിഭാഗമായി. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, മന്ത്രിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ മന്ത്രത്തിന് ഈ രൂപത്തിൽ ഫലം വാങ്ങാൻ പറ്റുമോ? നമ്മളോട് വാങ്ങാനൊന്നും നിർദ്ദേശിച്ചിട്ടില്ലല്ലോ. തങ്ങൾ വാങ്ങുന്നതായി നമ്മൾ കണ്ടിട്ടുമില്ലല്ലോ. നമ്മൾ ഈ വാങ്ങിയത് ശരിയാകുമോ എന്നൊരു പക്ഷം. മറ്റൊരു പക്ഷം പറഞ്ഞു, വാങ്ങിയതിന് യാതൊരു തകരാറുമില്ല. ഖുർആൻ ഓതി മന്ത്രിച്ചിട്ടല്ലേ നമ്മൾ വാങ്ങിയത്. അനാവശ്യ മേഖലയിൽ ചൂഷണോപാധികമായി നമ്മളൊന്നും പറ്റിയിട്ടില്ല. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, കുറച്ച് ആടുകൾ അറുത്ത് ഭക്ഷണം റെഡിയാക്കണം. യാത്രാ മധ്യേ വിശപ്പ് സഹിക്കാതെയാണ് അവര് ഭക്ഷണം ചോദിച്ചത്. ഭക്ഷണം കഴിച്ചവരും കുറച്ചാളുകൾ വിശപ്പടക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചവരും 2 കൂട്ടരും മദീനയിലെത്തിയ ശേഷം ആദ്യം അവരുടെ സന്ദേഹം നീക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ ചെന്ന് ഇങ്ങനെ മന്ത്രിച്ചു. മന്ത്രത്തിന് ഫലമായിട്ട് 30 ആടുകളെ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വാങ്ങിയതിന്, ആ കിട്ടിയതിന് യാതൊരു തകരാറുമില്ല. ഇന്ന ഹഖ്ഖ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾ വാങ്ങാൻ ഏറ്റവും നല്ല കൂലി വാങ്ങാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ കിതാബാണ്. അതിലൊരു സൂറയല്ലേ നിങ്ങൾ ഓതിക്കൊടുത്തത്. അതുകൊണ്ട് വലിയ ശിഫ അല്ലേ ലഭിച്ചത്. ആ ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത വലിയ ബറക്കത്താണ്, അനുഗ്രഹമാണ്. ഭക്ഷിച്ചവർക്കൊക്കെ വലിയ ആശ്വാസമായി, സമാധാനമായി. ഒരൊറ്റ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഈ ലോകത്തുള്ള മുഴുവനത്തെക്കാളും വെല്ലുന്ന സമൃദ്ധിയാണ് അള്ളാഹു നൽകിയത്. സഹോദരങ്ങളെ, ഈ ദുനിയാവിനെ സംബന്ധിച്ചും ആഖിറത്തെ സംബന്ധിച്ചും ഇൽമുൽ യഖീനുള്ള ആളുകൾ അവർ ഈ ദുനിയാവ് എങ്ങനെ ഉപയോഗിച്ചത്? ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ ത്വല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫീതനാ. അല്ലാഹുവിന്റെ അറിവുള്ള അടിയാളന്മാർ, അടിമകൾ, മഹത്തുക്കളായ സച്ചരിതരായ മഹാന്മാർ, സ്വഹാബത്ത്, താബിയുകൾ, തബഉ താബിയുകൾ, അഇമ്മത്തുൽ അർബഅയും അവരുടെ ശേഷമുള്ള മഹാന്മാരും, നല്ല ബുദ്ധിമതികളായ മഹാന്മാര് അല്ലാഹുവിനുണ്ട്. നല്ല ബുദ്ധിശാലികളാണ്. ഖുർആനും ഹദീസും ഒക്കെ നന്നായി പഠിച്ചവരാണ്. ത്വല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതനാ. അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി. ദുനിയാവിനെ അവർ വാരി പുണർന്നില്ല. ഒരു സ്നേഹഭാജനമായി ദുനിയാവിനെ അവർ കരുതിയിട്ടില്ല. പിന്നെയോ ദുനിയാവിനെ അവർ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ ഒരിക്കലും ഹൃദയത്തിലേക്ക് അവർ സ്വീകരിച്ചിട്ടില്ല. ദുനിയാവിലെ ജീവിതത്തിന്റെ സന്തോഷം അവർ കണ്ടിട്ടില്ല. ഇതൊരു താൽക്കാലിക ലോകമാണ്. ത്വലാഖ് ചൊല്ലാനുള്ള കാരണം വഖാഫുൽ ഫിതനാ. ദുനിയാവ് കൊണ്ട് ഉണ്ടാകുന്ന ഫിത്നകൾ അവർ ഭയന്നു, പേടിച്ചുപോയി. നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വത്വനാ
ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സ്വാലിഹൽ അഅ്മാലി ഫിഹാ സുഫുനാ. ദുനിയാവിനെ പറ്റി നല്ല പഠനം നടത്തി, ദുനിയാവിനെ പറ്റി നല്ലോണം അറിവ് കിട്ടിയപ്പോൾ അവരെ അറിവിൽ വന്നത് അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ, ദുനിയാവ് ഒരാൾക്കും ശാശ്വത ലോകമല്ല. വത്തനി എന്ന് പറയുന്ന സ്വദേശി എന്ന അർത്ഥത്തിൽ ഇതൊരാൾക്കും സ്വദേശമല്ല, ഇത് വിദേശമാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, സ്വദേശം വരാനുണ്ട്. നമ്മളൊക്കെ ഇവിടെ വിദേശികളാണ്. കുറഞ്ഞ കാലം മാത്രമല്ലേ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളൂ. കാലാകാലത്തേക്ക് കണക്കാക്കിയൊരു ലോകമുണ്ട്, അവിടെയാണ് നമ്മുടെ സ്വദേശം. ആ സ്വദേശത്തേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവരങ്ങനെ ശരിക്ക് ചിന്തിച്ചു മനസ്സിലാക്കി. കാരണം ദുനിയാവിൽ ജീവിച്ച ആളുകളെ പഠനം നടത്തി നോക്കി. എത്ര വലിയ രാജാക്കന്മാര് ദുനിയാവിൽ സ്വർഗം പണിത ആളുകളില്ലേ? ആദിന്റെ മക്കളായ ശദീദും ഷദ്ദാദും ദുനിയാവിൽ സ്വർഗം പണിതവരാണ്. 300 കൊല്ലം ഉപയോഗിച്ചാണ് അവർ സ്വർഗം നിർമ്മിച്ചത്. സാധാ സ്വർഗമല്ല. എല്ലാ രാഷ്ട്രത്തലവന്മാരിൽ നിന്നും അവരുടെ ഖജനാവുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണങ്ങൾ, മുത്തുകൾ, രത്നങ്ങൾ മുഴുവനും അയച്ചു തരാൻ വേണ്ടി പറഞ്ഞ് നിശ്ചിത വില കൊടുത്ത് എല്ലാ സ്വർണങ്ങളും മുത്തും രത്നങ്ങളും ഒക്കെ വാങ്ങി സ്വർണത്തിന്റെ ഇഷ്ടികകളൊക്കെ ശേഖരിച്ച് സ്വർഗത്തിലെ സ്വർഗം പോലെ ഒരു സ്വർഗം ഇവിടെ അവർ നിർമ്മിച്ചു. പക്ഷേ ആ സ്വർഗത്തിൽ ഒരു ദിവസം താമസിക്കാൻ അല്ലാഹു അവർക്ക് പെർമിറ്റ് നൽകിയില്ല. ഹദ്ദാദിന്റെ മക്കളായ ശദീദും ഷദ്ദാദും വളരെ സാഹസികമായി ഉണ്ടാക്കിയ സ്വർഗത്തെ പറ്റി ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറയുന്നുണ്ട്. പാലിന്റെ പുഴകൾ അവർ ഒരുക്കിയിരുന്നു, തേനിന്റെ പുഴകളും ഒരുക്കിയിരുന്നു. കാരണം പാരത്രിക ലോകത്തെ സ്വർഗത്തിന്റെ ചിത്രം അങ്ങനെ തന്നെ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് അവർ അള്ളാഹുവിനോട് മത്സരിച്ചത്. എന്തുണ്ടായി ഫലമായിട്ട്? ആ സ്വർഗത്തിനൊന്ന് അധിവസിക്കാനോ താൽക്കാലികമായി ഒരാഴ്ച താമസിക്കാനോ പോകട്ടെ ഒരു ദിവസം താമസിക്കാനോ അള്ളാഹു അനുവാദം നൽകിയില്ല. ഉദ്ഘാടനത്തിന്റെ ദിവസത്തിൽ കാലെടുത്ത് വെക്കുന്നതിന്റെ മുമ്പ് തന്നെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിട്ട് അവരുടെ റൂഹിനെ അള്ളാഹു വേർപിരിച്ചു കളഞ്ഞു. അള്ളാഹുവിനോട് മത്സരിച്ച വലിയ രാജാവല്ലായിരുന്നു ഫിർഔൻ. അവന്റെ അവസ്ഥ എന്താണ്? എത്ര എത്ര ആളുകൾ ഈ ദുനിയാവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നളറൂ ഫീഹാ, ദുനിയാവിനെ പറ്റി നല്ലവണ്ണം അവർ ചിന്തിച്ചു പഠിച്ചു. ദുനിയാവിൽ കഴിഞ്ഞ കാലത്ത് പോക്കിരിമാരായി വർത്തിച്ച ആളുകൾ ആദ് ഗോത്രക്കാരല്ലേ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് മന്നശദ്ദു മിന്നാ ഖുവ്വാ, നമ്മളെക്കാൾ കായിക ബലമുള്ളവർ ലോകത്താരുണ്ട്? അവര് ചോദ്യമാണത്. നമ്മൾ അത്ര ഊക്കുള്ളവർ ലോകത്താരെങ്കിലും ഉണ്ടോ? അള്ളാഹു മറുപടിയായി ചോദിച്ചിട്ടുണ്ട്, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വാ, അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു എത്ര വലിയ കഴിവും ശക്തിയും ഉള്ളവനാണെന്ന് അവര് മനസ്സിലാക്കിയിട്ടില്ലേ? ചിന്തിച്ചിട്ടില്ലേ? വലിയ പണക്കാരനായിരുന്ന ഖാറൂൻ അവന്റെ പണത്തിന്റെ പെരുപ്പത്തെ പറ്റി പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ ചില ടെക്നിക്കുകളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ സമ്പത്ത്, അള്ളാഹു നൽകിയതാണ് എന്നൊരു ശരിയായ വിവരം പോലും മറന്നുപോയി. അല്ലാഹു തആല അവനോടും ചോദിക്കുന്നുണ്ട്, അവലം യഅലം അന്നല്ലാഹല്ലദീ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ, ഇവനെക്കാളും ശേഖരിച്ച ആളുകളെ, ഇവരെക്കാളും സംഘശക്തിയുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരം ഖാറൂന് അറിഞ്ഞിട്ടില്ലയോ? പിന്നെന്താണ് അള്ളാഹുവിനോട് ഇങ്ങനെ മത്സരിച്ചത്? അങ്ങനൊക്കെ മത്സരിച്ച് കഴിഞ്ഞു പോയ ആളുകൾ എവിടെ? അവരൊക്കെ മണ്ണിന്റെ അടിയിലാണ്. മുഴുവൻ ആളുകളും പോയില്ലേ? നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ, ശരിക്കവർ മനസ്സിലാക്കി, ഇൽമുൽ യഖീൻ ഉൾക്കൊണ്ടു മഹാന്മാർ, അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ, ജീവിക്കുന്നവനൊരു സ്വദേശമല്ല ദുനിയാവ്. ജീവിക്കുന്ന ഒരാൾക്കും ദുനിയാവ് ഒരു സ്വദേശമല്ല, ഒരു ശാശ്വത താമസത്തിന്റെ ഇടമല്ല. താൽക്കാലികമായി അധിവസിക്കാൻ അള്ളാഹു നൽകിയ ചില്ലറ സൗകര്യങ്ങളാണ്. നമ്മളെന്താ മനസ്സിലാക്കുന്നത്?
70 കൊല്ലം കണക്കാക്കുന്നുണ്ടോ? 80 കൊല്ലം കണക്കാക്കുന്നുണ്ടോ? ഉപ്പാപ്പാക്ക് 102 ആയതുകൊണ്ട് ഒരു 90 ഞാനെത്തുമെന്ന് കണക്കാക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. യഥാർത്ഥ അറിവ് അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. യഥാർത്ഥത്തിൽ ജീവിക്കാൻ ഒരു സ്വദേശമല്ല ഈ ദുനിയാവ്, ഒരു താൽക്കാലിക ഭൂമിയാണ്. താൽക്കാലിക ഭൂമിയായി കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു? ജഅലൂഹാ ലുജ്ജതൻ, ദുനിയാവിനെ അവര് ഒരു ആഴക്കടലാക്കി വെച്ചു, ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന ഒരു സമുദ്രമാക്കി ദുനിയാവിനെ വെച്ചു. വത്തഖദൂ സ്വാലിഹൽ അഅമാലി ഫിഹാ സുഫുനാ, ഇനി ആഴക്കടലിലേക്ക് ഇറങ്ങാൻ നല്ല മുത്തുമൊക്കെ പെറുക്കിയെടുക്കാൻ എന്ത് വേണം? സുഹൃതങ്ങൾ വേണം. സുഹൃതങ്ങളെ കപ്പലാക്കി നടത്തി രാവും പകലും സുഹൃതങ്ങളെ കൊണ്ട് ആഴക്കടലാകുന്ന ദുനിയാവിന്റെ ആടിയിലെ മുത്തുകൾ പെറുക്കിയെടുക്കാൻ സുഹൃതങ്ങൾ ഉണ്ടാക്കി. പരിശുദ്ധ ഖുർആനോത്ത് മാത്രമല്ല, നിസ്കാരങ്ങൾ മാത്രമല്ല, കാരുണ്യ പ്രവർത്തനങ്ങളടക്കം രാത്രിയിലും പകലിലുമായി നിർവഹിക്കുന്നു. ഉത്തരവാദിത്ത ബോധം വിടാതെ കൊണ്ടു നടക്കുന്നു. ഒരു ഖിലാഫത്ത് കിട്ടുമ്പോ ആ ഖിലാഫത്തിന്റെ പേരിൽ ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ നല്ലോണം അഭിമാനം കാണിക്കാനും സ്ഥാനമാനങ്ങൾ കാണിക്കാനും ഒന്നല്ല, ശരിയായ നിലക്ക് ദുനിയാവിനെ മനസ്സിലാക്കിയ ഖുലഫാ ഉൽ അർബഅ ഒരുങ്ങിയത് രാവും പകലും സേവനത്തിന് വേണ്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ചുട്ടുപൊള്ളുന്ന ഉച്ച സമയത്ത്, അന്നൊക്കെ ചൂടിന്റെ ഊക്കുകൊണ്ട് പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു സന്ദേശം കൂടി പറയും, അസ്വലാ ഫിർ റിഹാൽ, വീട്ടിൽ വെച്ച് നിസ്കരിച്ചോളൂ, ജമാഅത്തിന് വരണ്ട. അത്രയും ചൂടാണ്. നമ്മളെ നാട്ടിൽ ഇത് പറയാൻ മാത്രമുള്ള ചൂടൊന്നും ഇല്ലട്ടോ. ഇനി അങ്ങനെ ആരും പറയേണ്ട ആവശ്യമില്ല. അവിടെ അത്രയും ചൂടായതുകൊണ്ട് അങ്ങനൊന്ന് പറയും, വീട്ടിൽ വെച്ച് നിസ്കരിച്ചോളൂ. പുറത്തിറങ്ങാൻ പകലിൽ പേടിക്കുന്ന അത്രയും അത്യുഷ്ണമുള്ള സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണുന്നു, മരുഭൂമിയിൽ ദൂരെ നിന്നൊരാള് 2 ഒട്ടകങ്ങളെയും തെളിച്ചിങ്ങനെ വരുന്നു. അടിമയോട് ചോദിച്ചു, ഈ നട്ടുച്ച സമയത്ത് ആരാണ് ഈ ചൂടും സഹിച്ച് ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുവരുന്നത്? അടിമ നോക്കിയിട്ട് പറഞ്ഞു, മനസ്സിലാകുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഉള്ളിൽ കയറിയിട്ട് ഒരു ജനവാതിൽ തുറന്നപ്പോഴേക്ക് ചുടുകാറ്റ് ഇങ്ങോട്ട് അടിച്ചിട്ട് ജനൽ പെട്ടെന്ന് ഇങ്ങോട്ട് അടച്ചു. പതുക്കെ ഒരു ഭാഗം തുറന്നു വെച്ചു. കാറ്റൊക്കെ കുറച്ച് ഇങ്ങനെ, ചൂടുകാറ്റ് കുറച്ചിങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ശരിയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ പതുക്കെ തുറന്ന്, ഒറ്റടിക്ക് തുറന്നപ്പോൾ ചുടുകാറ്റ് വന്നിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആള് അടുത്തെത്തട്ടെ എന്ന് കരുതി ഇങ്ങനെ കാത്തു നിന്നപ്പോ 2 ഒട്ടകങ്ങളെയും തെളിച്ച ഒരാളിങ്ങനെ വരുന്നുണ്ട്. നോക്കുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നട്ടുച്ച നേരത്ത് ഏതെങ്കിലും ഒരു അടിമയെ വിട്ടാ പോരെ? ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, അല്പം തണൽ കൊണ്ട് വിശ്രമിച്ചിട്ട് പോയിക്കൂടെ നിങ്ങൾക്ക്? വേണ്ട, നേരം വൈകിയാൽ എനിക്ക് പേടിയാണ്, നേരം വൈകുമെന്ന പേടിയാണ്. ഏതാ ഒട്ടകങ്ങൾ? ബക്കറാനി മിൻ ഇബ്ലിസ് സ്വദഖാ, സകാത്തിന് കൊണ്ടുവന്ന ഒട്ടകങ്ങളിൽപ്പെട്ട 2 എണ്ണമാണ്. ഇന്നലെ നോക്കുമ്പോൾ 2 എണ്ണത്തിന്റെ കുറവ് കണ്ടപ്പോ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് തിരയാനിറങ്ങിയതാണ്. ചൂട് വകവെക്കാതെ, ക്ഷീണം വകവെക്കാതെ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താകുന്ന ഖിലാഫത്ത് ചൂടും തണുപ്പുമൊന്നും പരിഗണിക്കാതെ ഈ ദുനിയാവിൽ സ്വാലിഹായ അമലുകൾ, ദുനിയാവിന്റെ ആടിയിൽ മുങ്ങിത്തപ്പുന്ന അമല്, ചൂട് പ്രശ്നമല്ല, തണുപ്പ് പ്രശ്നമല്ല, ഒന്നും ഒരു സുഖമായി കാണാതെ അധ്വാനിക്കുന്ന അധ്വാനമാണ്. സകാത്ത് കൊടുക്കേണ്ട ആളുകൾക്കുള്ള 2 ഒട്ടകങ്ങൾ കാണാതെയായപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആദി. രാവിലെ തന്നെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് തിരയാനിറങ്ങി. ഏതെങ്കിലും ഒരാളെ വിട്ടാൽ ആരും പോകൂലേ? പോകും. പക്ഷേ അള്ളാഹുവിന്റെ ചോദ്യം ആദ്യമായി എന്നോട് വരുമല്ലോ. ഞാനല്ലേ ഇവിടുത്തെ ഖലീഫ, ഞാൻ തന്നെ പോയി തെരഞ്ഞു നോക്കട്ടെ എന്ന നിലക്ക് വന്നു. അല്പം തണൽ കൊള്ളാൻ ഞാൻ നിന്നാൽ കിട്ടേണ്ട ആളുകൾക്ക് സമയം വൈകിപ്പോയാലോ എന്നാണ് പേടി. ആ 2 ഒട്ടകങ്ങളെയും തെളിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
മൻ സർറഹു അയ്യൻദുറ ഇലൽ ഖവിയിൽ അമീൻ ഫൽയൻദുർ ഇലാ ഹദാ. വിശ്വസ്തനായ ഭരണാധികാരിയെ കാണണോ? നല്ല ശക്തനായ വിശ്വസ്തനായ ഭരണാധികാരിയെ കാണണോ? അങ്ങനെ കാണാൻ ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലേക്ക് നോക്കൂ. അവര് മനസ്സിലാക്കിയ ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിനെ മുഴുവനും അമലിന് വേണ്ടിയാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ദുനിയാവ് അല്ലാഹു തആല തരുന്ന സമ്പത്തില്ലേ, നമ്മളെ അമല് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ, ആരാധനാ രംഗത്ത്, കുടുംബം പോറ്റുമ്പോ, സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പോ, നാനാ തുറകളിൽ പ്രവർത്തിക്കുമ്പോ മനസ്സിനൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി അള്ളാഹു തന്ന ചെറിയ സൗകര്യമാണ്. അത് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തണം. എന്നിട്ടോ ദുനിയാവിൽ നിന്നങ്ങ് വിട്ടുപോകുമ്പോ സംഭരിച്ച് ശേഷി കുടുംബത്തിന് വേണ്ടി മിച്ചം വെച്ച് ഒന്നും കൊടുക്കാതെ മൊത്തം ഇവിടെ വെച്ചുപോയി എന്നാകരുത്. കഴിവിന്റെ പരമാവധി ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി തന്നാൽ കഴിയുന്നത് ഓരോ രംഗത്തും പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവനും കൊടുത്തിട്ടാണ് ദുനിയാവെന്ന് നീങ്ങിയത്. വതുഫിയ വദിർഉഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ. തങ്ങൾ വഫാത്താകുമ്പോ അവിടുത്തെ അങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. പാവപ്പെട്ട മിസ്കീനായ മനുഷ്യൻ വന്ന് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ഭക്ഷണത്തിനാണ് അങ്കി പണയം വെച്ചത്. അവസാനമായിട്ട് ഉള്ളൊരു അങ്കി പണയം വെച്ചിട്ടാണ് തങ്ങൾ അതിൽ നിന്നാണ് ഒരു സാധുവിന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വഫാത്തായി ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്നത്. ഈ ദുനിയാവ് മൊത്തം അല്ലാഹു തആല അവിടുത്തെ കൈവെള്ളയിൽ നൽകിയാലും തങ്ങളുടെ അവസ്ഥ ഇങ്ങനെ തന്നെ. ഇതിന് മാറ്റം മറ്റൊന്നില്ല. ദുനിയാവിന്റെ സ്വത്ത് ഏറെ കയ്യിൽ വരുന്ന സമയത്ത് തങ്ങൾ എന്താ ചെയ്തത്? മുഴുവനും വിഹിതിച്ചു കൊടുക്കുന്നു. പാവങ്ങൾക്ക് നന്നായി കൊടുക്കുന്നു. ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന ഭരണാധിപനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലേക്ക് ഒരു സ്വത്ത് വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഫഖീറുമാരുടെ ലിസ്റ്റാണ്, മിസ്കീന്മാരുടെ ലിസ്റ്റാണ്, യതീമുകളുടെ ലിസ്റ്റാണ്. നാട്ടിൽ ഒന്നിനും കഴിയാതെ ഒറ്റക്ക് ജീവിക്കുന്ന വിധവകളുടെ കണക്കാണ്. ഈ കണക്കെടുപ്പ് നടത്തി അത് മുഴുവനും വിഹിതം വെച്ച് കൊടുക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം വരുന്നത്. അത് മുഴുവനും കെട്ടിക്കിടക്കുമ്പോൾ അവരെ മനസ്സിൽ ആശങ്കയാണ്. ഇത് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ആശങ്കയാണ്. എന്താണ് അതിന് പ്രധാനപ്പെട്ട പ്രചോദനം? ഇൽമുൽ യഖീൻ, നല്ല അറിവാണ് അവര് സ്വയത്തമാക്കിയത്. ഈ ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച്, മടങ്ങിപ്പോകുന്ന പാരത്രിക ലോകത്തെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു അറിവ് അങ്ങനെയാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, നിലനിൽക്കുന്ന ലോകം പരലോക ലോകമാണ്. എന്നെന്നും ശേഷിക്കുന്നത് പാരത്രിക ലോകമാണ്. ദുനിയാവ് നശ്വരമാണ്, നശിച്ചുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായും നശിക്കുന്ന ലോകമാണ്. ദുനിയാവിലുള്ള സുഖസൗകര്യങ്ങൾ വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഒക്കെ സ്വരൂപിക്കേണ്ടതാണ്. ആഖിറത്തിലുള്ള സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോ അതിന്റെ പിന്നിൽ ദുനിയാവിലെ അധ്വാനമാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ അവിടെ പോയിട്ടൊരു പുതിയ അധ്വാനമില്ല. ഇവിടത്തെ സുഖസൗകര്യങ്ങളൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ തീർന്നു പോകും. നമ്മൾ സുഖത്തിന് ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്, 5 വർഷം കഴിഞ്ഞാൽ മാറ്റുന്നതുണ്ട്, 10 വർഷം കഴിഞ്ഞാൽ മാറ്റുന്നതുണ്ട്, വർഷാവർഷം മാറ്റുന്നതുണ്ട്, മാസാമാസം മാറ്റുന്നതുണ്ട്. പാരത്രിക ലോകത്തെ സുഖമോ അതിന് ചേഞ്ചില്ല. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ഇതൊക്കെ പറഞ്ഞാലും ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഭൗതിക ജീവിതത്തിനാണ്, പാരത്രിക ലോകത്തിനല്ല. നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഭൗതിക ജീവിതത്തിനാണ്. എന്നാൽ നന്നായി അറിവുള്ള മഹാന്മാർ അവരേറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് പാരത്രിക ലോകത്തിനാണ്. പരലോകത്തിന് വേണ്ടി ഒരു കൃഷിയിടമായ ദുനിയാവിനെ കണ്ടു. അങ്ങനെ തന്നെ ദുനിയാവ് ഉപയോഗിച്ചു. മരിക്കുന്ന സമയം വരെ ദുനിയാവ് അവർ ഉപയോഗിച്ചത് അങ്ങനെയാണ്. പിന്നെ അതിൽ ബാക്കിയില്ല, വേറൊന്നുമില്ല. മരിക്കുന്ന സമയം വരെ അവർ ദുനിയാവിനെ കണ്ടത് അങ്ങനെയാണ്.
സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് അല്ലാഹു തആല പുരോഗതി കൂട്ടിക്കൊടുത്ത ഒരു സന്ദർഭത്തിൽ എന്തായിരുന്നു തങ്ങളെ തീരുമാനം? മരിച്ചു പോകുന്ന ആളുകളുടെ കടങ്ങളൊക്കെ ഏറ്റെടുത്ത് ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കുക. അത് വലിയൊരു ഖിദ്മയാണ്. ഒരാൾ മരിച്ചു പോകുമ്പോ കടക്കാരനാണെങ്കിൽ നമ്മൾ കടണ്ടെങ്കിൽ ചോദിച്ചോളൂ, പൊരുത്തപ്പെട്ടോളൂ എന്ന് കരുതി നിൽക്കില്ല. തങ്ങൾ ചോദിക്കാൻ അയാൾക്ക് കടമുണ്ടോ? ഉണ്ട്. സ്വത്തുണ്ടോ വീട്ടാൻ? സ്വത്തുണ്ട് വീട്ടാനും. എന്താ തങ്ങൾ പറയുന്നത് എന്നറിയോ? കടമുള്ളത് ഫഅലയ്യ ഖലാഉഹു, ഞാനത് വീട്ടുമെന്ന ബാധ്യത ഞാൻ ഏറ്റെടുത്തു. അദ്ദേഹം ഒഴിവാക്കി വെച്ച സമ്പത്ത് ഫലി വറസതിഹി, അനന്തരക്കാരെടുക്കട്ടെ. എന്നിട്ട് തങ്ങൾ പറയുന്നത് അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും സ്വന്തത്തെക്കാൾ കടപ്പെട്ടവൻ ഞാനാണ്. അതുകൊണ്ട് കടം മുഴുവനും ഞാൻ അങ്ങ് ഏറ്റെടുത്ത് വീട്ടുന്നു. സമ്പത്ത് അതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ട, അത് അനന്തരാവകാശികൾ ഓഹരി ചെയ്തെടുക്കട്ടെ. എത്രമാത്രം വലിയ സേവനമാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോകുന്നവരുടെ കടം വീട്ടുന്നു. പിന്നെ സ്വഹാബത്ത് ഓരോരുത്തർ അങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങി, വീട്ടാൻ തുടങ്ങി. തങ്ങൾ ഏറ്റെടുത്ത് മാതൃക കാണിച്ചു. ഒരാളുടേതും രണ്ടാളുടേതും 10 ആളുടേതുമല്ല, ധാരാളം ആളുകളുടെ കടങ്ങൾ അങ്ങനെ വീട്ടിയിട്ടുണ്ട്. അവരെ കുടുംബത്തിന് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ ബാധ്യത വന്ന് ഷഹീദായി പോയ വലിയ മഹാനാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഉഹുദിൽ ഷഹീദായ മഹാൻ. ഉഹുദിൽ ഷഹീദായി നേരെ പിറ്റേന്ന് കടക്കാർ വന്നു വീട്ടിന്റെ മുറ്റത്ത്. ബാപ്പ ഇന്നലെ ഷഹീദായി. ബാപ്പ ഷഹീദായത് ശരി തന്നെ, പക്ഷെ ഞങ്ങൾക്ക് തരാനുള്ള കണക്കനുസരിച്ച് തരണ്ടേ? ജാബിർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഓടി. കടക്കാര് വീട്ടുമുറ്റത്തെത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? അല്പം അവരോടൊന്ന് കുറച്ചു തരാൻ വേണ്ടി പറയൂ, ഉപ്പ ഷഹീദായതല്ലേ. കടക്കാര് അവരുടെ ഹക്കനുസരിച്ച് പറഞ്ഞു, ഒന്നും ഞങ്ങൾ ചുരുക്കുന്നില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഹക്ക് പോലെ കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ജാബിറേ നിങ്ങൾക്ക് എന്തുണ്ട് സമ്പത്ത്? ഒന്നുമില്ല നബിയെ, കുറച്ച് കാരക്ക മരങ്ങളുണ്ട്, ഈത്തപ്പഴ മരങ്ങൾ. പറിക്കാനായിട്ടുണ്ടോ? ഈത്തപ്പഴം പറിക്കാറായിട്ടുണ്ട്. നാളെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പോയി ഈത്തപ്പഴങ്ങൾ മുഴുവനും പറിച്ചു വെക്കണം. ഓരോന്നും പറിച്ചത് കൊട്ടയിലാക്കി അതിന്റെ അടിയിൽ വെക്കണം. ഞാൻ വന്ന ശേഷമേ വിതരണം ചെയ്യാവൂ. ഞാൻ അങ്ങോട്ട് വരും. തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ ശേഷം തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഓരോ മരത്തിന്റെ മുന്നിലൂടെയും തങ്ങൾ അങ്ങനെ ചുറ്റി നടന്നു. കൂടുതൽ കാണുന്ന കൊട്ടയുടെ അടുത്ത് തങ്ങൾ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ദുഉലി അൽ ഖുറമാ, കടബാധ്യതയുള്ളവരെ വിളിക്കൂ. ഒരുപക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരു മനുഷ്യന്റെ മനസ്സിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമാധാനം അവന്റെ കടബാധ്യത വീട്ടലായിരിക്കും. എന്നും ആശങ്കയുള്ളൊരു വിഷയമാണത്. കടങ്ങൾ മുഴുവനും അല്ലാഹു തആല വീട്ടിത്തരട്ടെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം, നല്ല ഒരുക്കങ്ങൾ നടത്തുകയും വേണം. ഒരാളോടും ഒരു ഹക്കും ബാക്കിയാക്കി അല്ലാഹു നമ്മളെ മൗത്താക്കാതിരിക്കട്ടെ. എല്ലാവർക്കുമുള്ള ഹക്കുകൾ വേണ്ടതുപോലെ കൊടുത്ത് ഒരാളോടും ഒരു ബാധ്യതയും ബാക്കി വെക്കാതെ സുന്ദരമായ നിലക്കുള്ള മൗത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞാ പോരാ, നമ്മൾ കൊടുക്കാനുള്ള ഹക്കുകളൊക്കെ കണ്ടറിഞ്ഞു കൊടുക്കണം. കാരണം തങ്ങൾ ഷഹീദായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കടം വീട്ടാനാ തങ്ങളി വന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് നിരവധി തവണ സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് ഹെഡിങ് ഇട്ടത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ കടങ്ങളൊക്കെ വീടും എന്ന ഹെഡിങ്ങാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ബുഖാരിയിലെ ഹെഡിങ്ങാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു തആല വീട്ടാനുള്ള വഴി തുറന്നു തരും. ഒരാശങ്കയും വേണ്ട. അതിനാണ് ഈ ഹദീസ് പറയുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ദീനിന് വേണ്ടി നല്ല ഊർജ്ജസ്വലരായ ഖിദ്മത്ത് എടുക്കണം. അല്ലാഹു ആഫിയത്തുള്ള ആയുസ് തരട്ടെ. ഒരു മടിയും ഒരു നിലക്കും പുറകോട്ട് പോകണ്ട. എനിക്കിങ്ങനെ ബാധ്യതയൊക്കെ ഉണ്ട്, ഇനി മതി പ്രവർത്തിച്ചത്, ഇനി ആ സ്വന്തം കാര്യം നോക്കട്ടെ, ഇതിന് മാറിപ്പോകണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സജീവമായി ഖിദ്മത്ത് എടുക്കണം. ഒറ്റ ചെറുപ്പക്കാരും മാറിപ്പോകരുത്. മുന്നോട്ട് 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 വരണം. എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പരാതി, അത് തീർന്നിട്ടത് നടക്കൂല.
ഇത് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു അതിന്റെ വഴി സുഗമമാക്കി തരും. അതിന് ഒരു തെളിവാണ് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് പറയുന്നത്. കാരക്ക ഈത്തപ്പഴ മരങ്ങൾക്ക് ചുറ്റും നടന്ന് കൂടുതലുള്ള കൊട്ടയുടെ അടുത്തിരുന്നിട്ട് കടക്കാരെ വിളിക്കുന്നു. കടക്കാര് വരി വരിയായി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര തരാനുണ്ട്? 1000 ദിർഹം. നിങ്ങൾക്കോ 2000, നിങ്ങൾക്കോ 3000. അതിന്റെ കണക്കനുസരിച്ച് ഈത്തപ്പഴം എടുത്തോളും. 3000 ദിർഹമിന് എത്ര ഈത്തപ്പഴം വേണം? തൂക്കിക്കൊടുക്കുന്നു. അതുകൊണ്ടുപോയി മാർക്കറ്റിൽ വിട്ടാൽ 3000 ദിർഹം കിട്ടും. 2000-ന് കണക്കാക്കി ഈത്തപ്പഴം കൊടുക്കുന്നു. 1000-ന് കണക്കാക്കി ഓരോരുത്തരുടെയും കടത്തിന് കണക്കാക്കി ഈത്തപ്പഴം കൊടുത്തു. കടക്കാർ മുഴുവനും ചാക്ക് കണക്കിന് കെട്ടാക്കി കൊണ്ടുപോയി. ആ കൊട്ടയിലുള്ളത് അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. ബാക്കി മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. എല്ലാ കടക്കാരും അങ്ങ് തീർന്നു പോയപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ടൊന്ന് ചിരിച്ചു. എന്തായിരിക്കും ആ സന്തോഷം? വർണ്ണിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ആ നേരത്തെ വന്നൊരു സന്തോഷം, ഷഹീദായി പോയ ഉപ്പാക്ക് കിട്ടിയ ഒരു സ്വസ്ഥത, ആ ഉപ്പാന്റെ ആത്മാവിന് അല്ലാഹു തആല നൽകുന്ന ഒരു സന്തോഷം. കടക്കാരുടെ ആത്മാവ് സ്വാലിഹീങ്ങളുടെ സമീപത്തേക്ക് പോകാതെ കെട്ടിക്കിടക്കും ഒരു ഭാഗത്ത്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി ഹത്താ തുഖ്ല അൻ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് ഒരു ഭാഗത്ത് അങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കും. ഹത്താ തുഖ്ല അൻ, കടം വീട്ടുന്നത് വരെ. വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകേണ്ട സ്വാലിഹീങ്ങളിലേക്ക്, ഇല്ലിഗീനിലേക്ക്, മഹാന്മാരിലേക്കൊക്കെ പോകും. അതുവരെ ഒരു തടസ്സം ഉണ്ടാകും. ഒരു കാര്യഗൗരവമുള്ള വിഷയമാണ്. വിഷയം പ്രമേയം കടല്ലാത്ത കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. വിഷയം മറക്കരുത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് ഷഹീദായ ആളാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. ഉപ്പാന്റെ കടം എത്ര പെട്ടെന്നാണ് ഹബീബായ തങ്ങൾ വീട്ടിക്കൊടുത്തത്. തങ്ങളിലൂടെ അള്ളാഹു വീട്ടിക്കൊടുക്കാൻ ഒരാഴ്ച എടുത്തോ? ഇല്ല. ഇന്നലെ ഷഹീദായി, ഇന്ന് കടക്കാര് വന്നു. നേരെ പിറ്റേന്ന് 3-ാമത്തെ ദിവസം കടം മുഴുവനും വീടി. ജാബിർ റളിയല്ലാഹുവിന് ഇഷ്ടം പോലെ സമ്പത്തും ലഭിച്ചു. മഹാനവർകൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിത് അബൂബക്കർ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം ഒന്ന് പറയട്ടെ? നിങ്ങൾ പോയി പറഞ്ഞോളൂ, അവരും അറിയട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു തന്ന ഈ അനുഗ്രഹം പറഞ്ഞു കൊടുത്തു. ഏറെ സന്തോഷിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ തോട്ടത്തിൽ തങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്തുള്ള ആളോട്, ഇന്ന് ജാബിർ റളിയല്ലാഹുവിന് സന്തോഷത്തിന്റെ ദിവസമാണ്, ഇന്ന് ബറക്കത്തിന്റെ ദിവസമാണ്. ഒരു സമ്പത്തും കുറയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. കടങ്ങൾ മുഴുവനും വീടിയിട്ടുണ്ട്. കാരണം മറക്കരുത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ഷഹീദായത്, ദീനിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കടങ്ങൾ വീടിയത്. നമ്മൾ ആത്മാർത്ഥമായി അള്ളാന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുക. വഴികൾ അള്ളാഹു തുറന്നു തരും. ആശങ്ക വേണ്ട, മനസ്സിൽ വ്യാധി വേണ്ട, വിഷമങ്ങൾ വേണ്ട. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നല്ല സജീവമായി പ്രവർത്തിക്കണം. ചിലര് ചിന്തിക്കും, എനിക്ക് ബാധ്യതകളൊക്കെ ഉണ്ടല്ലോ, ഇനി സമൂഹത്തിന്റെ ബാധ്യത കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കാം. എപ്പോ? മരിച്ചിട്ടോ? എപ്പോഴാ? ആവതില്ലാതെ ഇങ്ങനെ നടക്കാൻ കഴിയാത്ത കാലത്തോ? അതൊരു ഭാഗത്ത് കൂടെ സ്വസ്ഥമായി നടക്കും. മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഒന്നൊന്നിന് തടസ്സമല്ല. അങ്ങനെ കരുതരുത് എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, യുവാക്കൾ, അങ്ങനെ കരുതരുത്. ഇനി എനിക്ക് എന്റെ കുടുംബം മറ്റൊക്കെ നോക്കാനായി, ഇതുവരെ ഞാൻ പ്രവർത്തിച്ചില്ലേ, അതുകൊണ്ട് മതി. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ആ ഭാഗം അവിടെ ഒഴിഞ്ഞു കിടക്കും, ആളില്ലാതെ പോകും. നമ്മൾ സജീവമായി മുന്നോട്ട് നീങ്ങണം. വേണ്ട ബറക്കത്തുകൾ, ഐശ്വര്യങ്ങൾ അല്ലാഹു തആല തരും. അതിന് തെളിവ് കൂടിയാണിത്. അപ്പൊ ദുനിയാവിൽ ഉള്ള സമ്പത്തും ആരോഗ്യവും മറ്റുമൊക്കെ ഉപയോഗിച്ചത് ദീനിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഇൽമാണ് പ്രധാനം. ഇൽമുൽ യഖീൻ, സംശയരഹിതമായ ഇൽമു നേടണം. അല്ലാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമു ഉണ്ടോ, അമല് വർദ്ധിപ്പിക്കണം. ആ ഇൽമിനാണ് സൗന്ദര്യമുള്ളത്. ഇൽമാണ് ഏറ്റവും വലിയ പ്രേരകമായ സംഗതി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അൽ ഇൽമു മിൻ അശദ്ദിൽ ബവാഇതി അലൽ അമലി, അറിവാണ് പ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ പ്രേരണ. അറിവ് നന്നായിട്ടുണ്ടോ എന്നാ പ്രവർത്തിക്കാൻ മടിക്കരുത്. പ്രവർത്തനത്തിനുള്ള ഘോതകൾ മുന്നിൽ തുറന്നിട്ടുണ്ടോ, ഈ അറിവ് നമുക്കൊരു ഉപദേശമാണ്. പ്രവർത്തിക്കേണ്ട കാലം കഴിഞ്ഞുപോയോ,
പിന്നെ നമുക്ക് വരുന്നത് നട്ടവും ഖേദവുമാണ്. ചെയ്യാമായിരുന്നു, അങ്ങനെ കൊടുക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, പലതും ചിന്ത വരും. അതുകൊണ്ട് നട്ടം വരരുത്. അറിവ് ഉള്ളതിനനുസരിച്ച് ഓരോ ടൈമിലും നമ്മൾ മുന്നോട്ട് നീങ്ങണം. നല്ല യഖീനായ ഇൽമു നേടിയെടുക്കണം. യഖീനായ ഇൽമു ദുനിയാവിനെ പറ്റി, ആഖിറത്തെ പറ്റി നല്ലോണം പഠിച്ചെടുക്കണം. പാരത്രിക ലോകത്തെ പറ്റിയുള്ള അറിവ് നന്നായി മനസ്സിലാക്കിയെടുക്കുമ്പോ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്, എന്തിനാണ് അള്ളാഹു തആല നമുക്ക് ഓരോന്നും നൽകിയത്, ആ വിഷയങ്ങളൊക്കെ മനസ്സിലാകും, ശരിക്കും മനസ്സിലാകും. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഹസനുൽ ബസരി തങ്ങളുടെ റിവായത്ത് അനുസരിച്ച്, റിപ്പോർട്ട് അനുസരിച്ച് കല്ലാ എന്ന ആ ഒരു വചനത്തിന് മഹാനവർകൾ നൽകിയിരിക്കുന്ന അർത്ഥം കല്ലാ ഹഖൻ, ഉറപ്പായിട്ടും പറയട്ടെ, ലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഖീനായ ഇൽമ്, ഒരിക്കലും നീങ്ങിപ്പോകാത്ത, നിങ്ങൾക്ക് സംശയം വരാത്ത നല്ല ഉറപ്പുള്ള അറിവുണ്ടോ നിങ്ങൾക്ക്, എന്നാൽ നിങ്ങളുടെ പ്രവർത്തനവും നന്നാകും, നന്നായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒന്ന് പറയട്ടെ, ഇൽമു നേടണം, നല്ല നാഫിയ ഇൽമു നല്ലോണം നേടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാഫിയ ഇൽമു നല്ലോണം നേടണം. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഇൽമു, ആ ഇൽമു നേടിയെടുക്കാൻ തപസ്സിരിക്കണം. വിശ്വാസപരമായും കർമ്മപരമായും ആത്മീയപരമായുമുള്ള 3 വശങ്ങളിലുള്ള ഇൽമും നേടിയെടുക്കണം. അത് നമുക്ക് ഫർള് ഐനാണ്. ഫതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബിസ്ഖുലാ ഹദി സലാസതു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹസുൽ നജാത്തുൻ വഅതിലാ. 3 വിജ്ഞാന ശാഖകൾ നിർബന്ധമായും സ്വായത്തമാക്കണം. വിശ്വാസരംഗത്ത് വൈകല്യം വരാത്ത ജ്ഞാനം വേണം. വിശ്വാസരംഗത്ത് എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോഴേക്ക് തിരിച്ച് മറുപടിയായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഇൽമു മനസ്സിൽ വേണം, കോള് വേണം. ആര് സംശയിപ്പിച്ചാലും സംശയത്തിന്റെ മുന്നിൽ മുട്ടുകുട്ടരുത്. മതനിരാസം ഏറി വരുന്ന കാലമാണ്. യുക്തിവാദത്തിന്റെ മൂർച്ച കൂടുമ്പോ മതനിരാസം വരുന്നു ആളുകളിൽ, മതപരിത്യാഗം വരുന്നു. വിഷയം എവിടെയാണെന്നറിയോ? ഇൽമിന്റെ കുറവ് കൊണ്ടാണ്. നല്ല യഥാർത്ഥ ഇൽമു നേടുന്ന ഒരു മനുഷ്യൻ മതനിരാസത്തിലേക്ക് പോകാനിടയില്ല, യുക്തിവാദത്തിലേക്ക് പോകാനിടയില്ല, യുക്തിരഹിതമായ വിഷയത്തിലേക്ക് പോകാനിടയില്ല. അല്ലാഹു തആലാന്റെ ദീനിനെ സംബന്ധിച്ച്, അല്ലാഹു തആല വെച്ച നിയമങ്ങളെ സംബന്ധിച്ച് ശരിയായ നിലക്ക് ഇൽമു സ്വീകരിക്കുന്ന മനുഷ്യനാണോ ഒരിക്കലും ഒരു യുക്തിവാദിയുടെ വാചാലതക്ക് പിന്നിൽ മുട്ടുമടക്കേണ്ടി വരില്ല. നല്ല ഇൽമു സ്വീകരിക്കണം. വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിക്കാത്ത ഇൽമ്. ലോകത്ത് ഏത് വിശ്വാസത്തിന് കേടുബാധിച്ച ആളുകൾ വന്നാലും ആ വിശ്വാസത്തിൽ ഇങ്ങനൊരു പോരായ്മയുണ്ട്, അത് യഥാർത്ഥ വിശ്വാസമല്ല എന്ന് തിരിച്ചറിയാനുള്ളൊരു ഇൽമു വേണം. അത് പാരമ്പര്യ വിശ്വാസത്തിന് എതിരാണ്, സ്വഹാബത്ത് സ്വീകരിച്ച ഈമാനിന് എതിരാണ്, താബിയുകൾ സ്വീകരിച്ച ഈമാനിന് എതിരാണ്, തബഉ താബിയുകൾ സ്വീകരിച്ച ഈമാനിനെതിരാണ്. കാരണം അവരൊക്കെ സ്വീകരിച്ച ഈമാനും ഇവർ പറയുന്ന വിശ്വാസവും തമ്മിൽ വലിയ മാറ്റമുണ്ട്. എന്താണ് ആ മാറ്റം? ഇവരുടെ വിശ്വാസത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയൊരു ബഹുമാനം പോലും കൽപ്പിക്കപ്പെടാത്ത വിശ്വാസമാണ്. തങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു മെസ്സഞ്ചർ ആയിട്ട് മാത്രമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു സന്ദേശവാഹകനായിട്ട് മാത്രമാണ് അവർ തങ്ങളെ കാണുന്നത്. അങ്ങനെയാണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലും അല്ല. ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഇന്നും നമുക്ക് നൂറ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്കാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നൂറാണ് ഇന്നും നമ്മൾ സ്വീകരിക്കുന്നത്. ഖുർആനാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്നും തങ്ങൾ സിറാജു മുനീറാണ്. അത് ഹയാത്തുള്ള കാലത്ത് മാത്രമല്ല, ഇന്നും അവിടുന്ന് സിറാജു മുനീറാണ്. ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിച്ചില്ലേ, വഫാത്തിന് ശേഷം തങ്ങൾക്ക് 5 വിഷയങ്ങളാ ഉള്ളത്. അതിൽ പ്രധാനമായും ഒന്ന് അന്നളുറു ഫീ അഅമാലി ഉമ്മത്തിഹി, ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കലാണ്, വിലയിരുത്തലാണ്. മറ്റൊന്ന് വൽഹുദൂറു ഫീ മജ്ലിസി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്ത് സംഘടിപ്പിക്കുന്ന ഇൽമിന്റെ സദസ്, സ്വലാത്തിന്റെ സദസ്, മദ്ഹിന്റെ സദസ്, പുണ്യമാക്കപ്പെട്ട മജ്ലിസുകളിൽ സംബന്ധിക്കലാണ്. അതുപോലെ തന്നെ ഉമ്മത്തിലെ സ്വാലിഹീങ്ങളുടെ ജനാസയിൽ പങ്കെടുക്കലാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും നിർവഹിക്കുന്ന കാര്യങ്ങളാണെന്ന്
ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സഹോദരങ്ങളെ, ഇപ്പോഴും തങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ സലാം മടക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കൂ ഒരു വിദേഹത്തുകാരനോട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുമെന്നാണോ ഇല്ലെന്നാണോ നിന്റെ വിശ്വാസം? ഉടനടി അവൻ പറയും അറിയില്ല. എന്നാൽ അറിവുണ്ട്, ശരിയായ അറിവുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അറിവുണ്ട്. മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഫറുദ്ദ അലൈഹി സലാം. എനിക്ക് സലാം പറയുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ നിന്ന് എനിക്ക് സലാം പറയുന്ന ആരുണ്ടോ, ഞാൻ അവരെ സലാം മടക്കുന്നു. തങ്ങൾ എപ്പോഴും സലാം മടക്കുകയാണ്. തിരിച്ചു കിട്ടാത്ത സലാമല്ല പറയുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയുമ്പോ അതേ രൂപത്തിലാണോ തിരിച്ചു മടക്കുന്നത്? അല്ല, അതിനേക്കാൾ മികവുള്ള രൂപത്തിലാണ്. കാരണം അല്ലാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയാണ്. വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. ഒരു അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ ആ അഭിവാദ്യത്തെക്കാൾ മെച്ചമായ ഏറ്റവും ഉത്തമമായി പ്രതിഫലം ലഭിക്കുന്നതാണ് തിരിച്ചു പറയേണ്ടത്. നിങ്ങൾക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നാല് അതേ ഗിഫ്റ്റ് അല്ല തിരിച്ചു കൊടുക്കേണ്ടത്, അതിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ആ സമ്മാനത്തിൽ ഏറ്റവും വലിയ സമ്മാനമാണ് സലാം. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു 5 നേരത്തെ നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഒക്കെ പറയുന്ന ഒരു മുസ്ലിമിന്റെ സലാം തിരിച്ചു മടക്കുന്നത് അതേ ശൈലിയിലല്ല. കാരണം തങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ബിഅഹ്സന മിൻഹാ, അതിനേക്കാൾ നല്ല പവറുള്ള സലാമാണ്, നല്ല ഹുസ്നുള്ള, നല്ല സൗന്ദര്യമുള്ള പ്രത്യാഭിവാദമാണ്. ഔറുദ്ദുഹ 2ാം സ്റ്റേജിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതന്നെ മടക്കണം എന്ന് പറഞ്ഞ് 2ാം സ്റ്റേജിലാണ്. തങ്ങൾ മുന്തിയ തലമാണ് തെരഞ്ഞെടുക്കുന്നത്. ഒരു വിദ്യാർത്ഥികാരനോട് ചോദിച്ചാൽ അവന്റെ വിശ്വാസപ്രകാരം സലാം അടക്കുമെന്ന് പറയാൻ അവന് കഴിയില്ല. കാരണം എന്താ? അവൻ വിശ്വസിച്ചിരിക്കുന്ന അബദ്ധജടിലമായ വിശ്വാസം എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മണ്ണിനോട് ചേരുന്നതാണ്. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധ റമളാനിൽ പഠിപ്പിച്ചൊരു പാഠമല്ലേ അത്? ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാര് തങ്ങളെ പ്രവൃത്തി നോക്കാൻ വേണ്ടി വന്നപ്പോ ബദറിന്റെ ഖലീബ് ബദറിന്റെ സമീപത്ത് വെച്ച്, പൊട്ടക്കിണറിന്റെ സമീപത്ത് വെച്ച് ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട കബദ്ധങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ. നിങ്ങളോട് നിങ്ങൾ റബ്ബ് ചെയ്ത വാഗ്ദാനം സത്യമായി നിങ്ങൾ എത്തിച്ചോ? റബ്ബ് നിങ്ങളോട് നടത്തിയ വാഗ്ദാനമില്ലേ? വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന്. ആ ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്കത് ബോധ്യമായോ? ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ സഹായം ഞങ്ങൾക്ക് കിട്ടി. ഇത് പറയുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്, അതുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫീഹാ. ആത്മാക്കളില്ലാത്ത ശരീരങ്ങളോടാണോ തങ്ങൾ സംവദിക്കുന്നത്? അതുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫീഹാ. ആത്മാവുകളില്ലാത്ത ജഡശരീരങ്ങളോടാണോ തങ്ങൾ സംസാരിക്കുന്നത്? തങ്ങൾ സംസാരിക്കുന്നത് അവർ കേൾക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, മാ അൻതും ബി അസ്മഅ മിൻഹും. അവരത്ര കേൾവി നിങ്ങൾക്കില്ല. അവര് കേൾക്കും പോലെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. വൈറ അന്നഹും ലാ യസ്തതിഊന അൻ യറുദ്ദൂ അലയ്യ ശൈആ. അവർക്ക് തിരിച്ചെന്നോട് മറുപടി പറയാൻ കഴിവില്ല. അതുകൊണ്ടാ നിങ്ങൾക്ക് തോന്നുന്നത് കേൾക്കൂലാന്ന്. ശരിക്കവര് കേൾക്കുന്നുണ്ട്, നന്നായി അവര് കേൾക്കുന്നുണ്ട്. അവര് ഞാനീ സംസാരിക്കുന്ന വിഷയങ്ങൾ മൊത്തം കേൾക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ടെന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു, എല്ലാവരും ഈ മണ്ണിലേക്ക് പോകുന്നത് ഒരുപോലെയല്ല.
ഈ മണ്ണിൽ കിടക്കുന്നത് ഒരുപോലെയല്ല. എന്റെ കാലശേഷം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു എനിക്ക് വെളിവാക്കി കാണിച്ചു തരും. ചോദ്യം വന്നു, അള്ളാഹുവിന്റെ റസൂലേ വഖദ് അരിംത, തങ്ങൾ മണ്ണിലേക്ക് ചേർന്ന് ജീർണിക്കുകയില്ലേ? ജീർണിച്ചു എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചവന്റെ വിശ്വാസം വേറെ, അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. തങ്ങൾ ജീർണിക്കൂലേ നബിയെ? മണ്ണോട് ചേരൂലേ? വേറെ റിപ്പോർട്ടിൽ വഖദ് ബലീത, തങ്ങളെ ശരീരം നുരുമ്പി പോകൂലേ? തങ്ങളെ മറുപടി ഇല്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാഇന്റെ ശരീരം ഭക്ഷിക്കുന്നത് മണ്ണിന്, ഭൂമിക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമി തൊടൂല, ഭൂമി ഭക്ഷിക്കൂല. അംബിയാക്കൾ മുഴുവനും ഹയാത്തിലുള്ളവരാണ്. ആ ഹദീസിൽ അങ്ങനെയാ പഠിപ്പിക്കപ്പെട്ടത്. അതേ സമയത്ത് സഹോദരന്മാരെ, അംബിയാക്കളുടേത് മാത്രമല്ല, ശുഹദായിനും പ്രത്യേകതയുണ്ട്. ഖുർആൻ ഹാഫിളീങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ആ മെമ്പർമാരിൽപ്പെട്ട ധാരാളം ആളുകൾ വേറെയും ഉണ്ട്. ഇരിക്കട്ടെ, വിശ്വാസരംഗത്ത് വൈകല്യം ചോർന്നൊരിക്കാത്ത, വൈകല്യം വരാത്ത നല്ല ഇൽമു സ്വീകരിക്കണം. കർമ്മരംഗത്ത് അബദ്ധങ്ങൾ സംഭവിക്കാത്ത നല്ല ഇൽമു സ്വീകരിക്കണം. ആത്മാവിനെ തൊട്ടുണർത്താൻ, നഫ്സ് ശുദ്ധമാക്കാൻ, ഖൽബ് സ്ഫുടം ചെയ്യാൻ പാകത്തിലുള്ള ഒരുപാട് ജ്ഞാനങ്ങൾ നേടിയെടുക്കണം. ഖൽബിന്റെ കസ്വത്ത് മാറിക്കിട്ടണം, ഖൽബിന്റെ അഹന്തകളൊക്കെ നീങ്ങിക്കിട്ടണം. ഖൽബിന്റെ രോഗങ്ങൾ മാറിക്കിട്ടാൻ എന്തെല്ലാം മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ മുഴുവനും പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിക്കണം. അതിനാദ്യമായി വേണ്ടത് ഇൽമാണ്. നമ്മുടെ ഖൽബിനെ ക്ലിയറാക്കി എടുക്കാൻ ആർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനെന്തെല്ലാം വഴികളുണ്ട്, ഏതെല്ലാം വഴികൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശാലമായ പഠനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദ് കഴിഞ്ഞു വന്നിരിക്കുന്ന സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പങ്കെടുത്ത ജിഹാദിനേക്കാൾ വലിയൊരു ജിഹാദ് ഇനിയും നടത്താനുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോൾ നമ്മൾ സംഗമിച്ച ജിഹാദിനേക്കാളും വലിയ ജിഹാദാണോ? അതെ. ഏതാണ് ആ ജിഹാദ് എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ജിഹാദുൻ നഫ്സി, ജിഹാദുൽ അക്ബർ. ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം ആത്മാവിനോട് ചെയ്യുന്ന സമരമാണ്. ആത്മാവ് നന്മയുടെ മുഖങ്ങളിൽ നിന്ന് തിരിച്ചു നിൽക്കുമ്പോ നന്മയിൽ പിടിച്ചിരുത്താനുള്ളൊരു കഴിവ് ആത്മാവിന് കൊടുക്കണം. നല്ല കാര്യങ്ങളുമായി മുന്നിട്ട് നീങ്ങുമ്പോ മടിയും മലമ്പാവും മലസതയും വന്നു ചേരുമ്പോ അത് മുഴുവനും തുടച്ചു നീക്കാനുള്ള കഴിവ് ആർജിക്കണം. അതിന് പറ്റുന്ന പാകത്തിലുള്ള ഇൽമു നേടിയെടുക്കണം. ഇൽമ് അമലിന്റെ ഏറ്റവും വലിയ പ്രചോദനമാണ്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന നിലക്കൊരു നഷ്ടം പാരത്രിക ലോകത്ത് വരരുത്. അതൊക്കെ അറിയായിരുന്നു, അതും അറിയായിരുന്നു, ഇതും അറിയായിരുന്നു. എന്നാ പിന്നെ ആ നാട്ടുകാരൊക്കെ നിന്റെ നാട്ടുകാരൻ തന്നെയല്ല നിൽക്കുന്നത്. അയാൾ ചെയ്ത് കണ്ടില്ല ഒരുപാട്, നിനക്കെന്ത് ചെയ്തുകൂടായിരുന്നില്ലേ? അറിയായിരുന്നല്ലോ, നിനക്കറിയാമായിരുന്നില്ല ആ മേഖലക്ക്, എന്തുകൊണ്ട് ചെയ്തില്ല? നഷ്ടമാകരുത്, ഖേദമാകരുത്. ദുൽഖർനൈൻ രാജാവിന്റെ കൂടെ പോയ മഹാന്മാരെ പോലെ എന്ന് ഉദാഹരണം പറയാറുണ്ട്. ദുൽഖർനൈൻ രാജാവ് ബഹറുൽ ഉലുമാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു വലിയ സംവിധാനങ്ങൾ നൽകിയ ഒരു രാജാവാണ് ദുൽഖർനൈൻ രാജാവ്. ഒരു സാധാ രാജാവല്ല. ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. ഭൂമിയിലുള്ള ഏത് ഭാഗത്തും സഞ്ചരിക്കാൻ അള്ളാഹു തആല സൗകര്യം നൽകിയ മഹാനാണ് ദുൽഖർനൈൻ ചക്രവർത്തിയുടെ വാഹനം എന്താ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വാഹനം കാറ്റല്ലേ? ദുൽഖർനൈൻ ചക്രവർത്തിയുടെ വാഹനം മേഘമാണ്. മേഘത്തെ അല്ലാഹു വാഹനമാക്കി കൊടുത്തു. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. എല്ലാ കാര്യങ്ങൾക്കും വേണ്ട മാധ്യമങ്ങൾ അല്ലാഹു തആല നൽകി, ഭാഷാ അറിവ് നൽകി, ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള വഴികൾ പഠിപ്പിച്ചു കൊടുത്തു, കാരണങ്ങൾ കാണിച്ചു കൊടുത്തു, അവിടെ ചെന്ന ആളുകളോട് സംവദിക്കേണ്ടത് എങ്ങനെ മനസ്സിലാക്കി കൊടുത്തു. എല്ലാത്തിനും വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. ഒരു പ്രയാസമില്ല. ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് കറങ്ങി ബഹറുൽ ഉലുമാത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരുപാട് മുത്തുകളും രത്നങ്ങളൊക്കെ നല്ല തിളങ്ങുന്ന ഒരുപാട് കല്ലുകൾ കാണുമ്പോ വേണ്ടവരൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചാളുകൾ അത് മൈൻഡ് ചെയ്തില്ല. കുറച്ചാളുകൾ കിട്ടുന്ന ലെവല് നോക്കിയിട്ട് കുറച്ചൊക്കെ എങ്ങനെ എടുത്തു. ബഹറുൽ ഉലുമാത്തിൽ നിന്ന് കഴിഞ്ഞ് നല്ല വെളിച്ചമുള്ള ഭാഗത്തേക്ക് എത്തിയപ്പോ, ബഹറുൽ ഉലുമാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ, ഇരുൾ മുറ്റിയ ബഹറ. അതിലൂടെ പോകണമെങ്കിൽ തന്നെ വല്ലാത്തൊരു കഴിവ് വേണം. ചെറിയ കഴിവൊന്നും പോരാ. പക്ഷേ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഈ മഹാനുഭാവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നൽകിയ കഴിവുകളിൽ ഒരു കഴിവാണത്. നമുക്ക് ഈ രാത്രിയിൽ തന്നെ ഈ ബഹറിലൂടെ പോകാൻ കഴിയോ സഹോദരങ്ങളെ?
സംവിധാനങ്ങളും മറ്റൊക്കെ കൂടുതൽ ഉറപ്പിച്ചിട്ടല്ലാതെ. അവർക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ അവരങ്ങ് നീങ്ങുന്നു. അപ്പൊ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ള കാണുന്ന സമയത്ത് ശിഷ്യന്മാർ കുറച്ച് ആൾക്കാർക്ക് പെറുക്കിയെടുത്തു, ചില ആളുകൾ തീരെ എടുത്തില്ല എന്ന് വെച്ചു. ഇതേപോലെ രണ്ട് വിഭാഗം വരും ആഖിറത്തിലും. പുറത്തേക്ക് വന്ന സമയത്ത് കയ്യിലുള്ളത് ഇങ്ങനെ പരത്തി നോക്കുമ്പോ, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എടുത്ത ആളുകൾ തന്നെ കാനൂ ഫിൽ ഗമ്മി, ടെൻഷനിലായി. കൂടുതൽ എടുത്തില്ലല്ലോ. കാരണം ഒരു കല്ലിന് തന്നെ ലക്ഷക്കണക്കിന് വില വരുന്ന കല്ലാണ്. ഒന്ന് കുറച്ച് എടുത്തുള്ളൂ. ആ കയ്യിലും ഈ കയ്യിലും വാരി കീശയിലിട്ടൊന്ന് നിറച്ചെടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഹലാൽ തന്നെയാണല്ലോ, ഹറാമൊന്നല്ലല്ലോ. ഈ എടുത്തില്ലല്ലോ അല്ലേ. ആഖിറത്തിൽ അങ്ങനെ അതും അറിയായിരുന്നു ഇതും അറിയായിരുന്നു, ചെയ്തില്ലല്ലോ അല്ലേ. നമ്മൾ ചെയ്തില്ല. അറിയാവുന്ന കാര്യങ്ങൾ എത്രയുണ്ട് ഇപ്പോഴും പ്രവൃത്തിപഥത്തിലേക്ക് വരാത്തത്. കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള മനസ്സും ഒഴിവും കഴിവും അള്ളാഹു തരട്ടെ. തീരെ എടുക്കാത്ത ആളുകളോ അവർ വല്ലാത്ത നട്ടത്തിലായി. അവർ കുറച്ചെങ്കിലും എടുത്തു, നമ്മൾ തീരെ എടുത്തില്ലല്ലോ. ഇതുപോലെയാണ് പാരത്രിക ലോകത്ത്. ഫഹകദാ യകൂനു അഹ്വാലു അഹ്ലിൽ ഖിയാമ. പരലോകത്തെത്തുമ്പോ തീരെ പ്രവർത്തന മേഖലയിലേക്ക് വരാത്തവർ വല്ലാത്ത ടെൻഷനിലാണ്. ഒരുപാട് അറിവുണ്ട്, പക്ഷേ ഒന്നും ഫലിപ്പിച്ചില്ല. ചെയ്തവരും ദുഃഖത്തിലാണ്. കുറെ ചെയ്യാമായിരുന്നു, അയാൾ ചെയ്തതുപോലെ എനിക്കും ചെയ്യാനാവതുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. ആ ഒരു വിഷമാവസ്ഥയിൽ പെടരുത്. നന്നായി അമൽ ചെയ്യേണ്ട ലോകമാണ്. അല്ലാഹു അത് നമുക്ക് ഇൽമി ഏറ്റി തെരുമാറാകട്ടെ. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. ഒന്നുകൂടി ആയത്ത് സംബന്ധമായി പറയട്ടെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണ്ഡിതന്മാരോട് വലിയൊരു താക്കീത് ആയത്ത് നൽകുന്നുണ്ട്. എന്താണ് ആ താക്കീത് എന്നറിയുമോ? യഥാർത്ഥ ഇൽമും അറിവും കിട്ടിയ ആളുകൾ പിന്നീടും പെരുപ്പത്തിലേക്കും സാമ്പത്തിക വർധനവിലേക്കും വഴിവിട്ട രീതിയിൽ ഒരിക്കലും പോകരുത്. ആ അറിവനുസരിച്ചിട്ട് പിന്നെയും പോയാൽ ഫൽ വൈലു ലിൽ ആലിം അല്ലദീ ലാ യകൂനു ആമിലാ. അറിവനുസരിച്ച് അമൽ ചെയ്യാത്ത ആലിമിന് വലിയ നാശം, കൊടിയ നാശമാണ്. അല്ലാഹ് ഇൽമു നൽകിയിട്ടും ആ ഇൽമിനനുസരിച്ച് പ്രവർത്തനത്തോടെ മുന്നോട്ട് നീങ്ങിയില്ലല്ലോ. ആ ഒരു താക്കീതും കൂടി ആയത്തിലുണ്ട്. പിന്നെ അല്ലാഹു തആല നമ്മളോട് പറയുന്ന വിഷയം ലതറവുന്നൽ ജഹീം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്നതിന്റെ ജവാബല്ല സഹോദരങ്ങളെ ലതറവുന്നൽ ജഹീം. അത് വേറൊരു വിഷയമാണ്. നിങ്ങൾ ശരിയായ അറിവ്, യഖീനായ അറിവ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുനിയാവിന്റെ തക്കാസുർ നിങ്ങളെ ശ്രദ്ധ മാറ്റിക്കളയൂല. ദുനിയാവിലുള്ള അലച്ച ഒരിക്കലും നിങ്ങൾക്കൊരു ബാധ്യതയും മുടക്കിക്കളയൂല. അതവിടെ കഴിഞ്ഞു. പിന്നെ അല്ലാഹു തആല പറയുന്നു ലതറവുന്നൽ ജഹീം. സത്യം ചെയ്തുകൊണ്ടൊരു താക്കീത് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ജഹീമിനെ കാണുക തന്നെ ചെയ്യും, നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. സംശയം വരാത്ത രീതിയിൽ നേർക്കാഴ്ച നിങ്ങൾ കാണും. ലതറവുന്നഹാ, നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പാകുന്ന കാഴ്ച, യഖീനാകുന്ന കാഴ്ച. നിങ്ങൾക്കൊരു സംശയവും വരാത്ത രീതിയിൽ ആദ്യം പഠിക്കുന്ന പാഠം ഏതാണ്? ഇൽമിന്റെ പാഠമാണ്. ലതറവുന്നൽ ജഹീം. നരകത്തെ നിങ്ങൾ കാണും. ഒരുപക്ഷേ മഹാന്മാര് പറഞ്ഞു രണ്ട് കാഴ്ചയുണ്ട്. ഒന്ന് ദൂരത്തു നിന്നുള്ള കാഴ്ചയാണ്, പിന്നെ അടുത്തെത്തുമ്പോൾ വേറൊരു കാഴ്ചയുണ്ട്. അതല്ലെങ്കിലോ അറിവിന്റെ ഒരു കാഴ്ചയാണ്. അറിവ് കൊണ്ടൊരു വല്ലാത്ത അറിവ് കിട്ടുന്നുണ്ട്, കണ്ടതുപോലെയുള്ളൊരു അറിവ്. പിന്നെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് നോക്കി കണ്ടിട്ടൊരു കാഴ്ചയുണ്ട്. അതാണ് ഐനുൽ യഖീൻ. സംശയമില്ലാത്ത നേർക്ക് നേരെ ഉറപ്പാകുന്ന ഒരു കാഴ്ച കണ്ണുകൊണ്ട് കാണും. നമ്മളൊക്കെ നരകത്തെ കാണും. എല്ലാവരും നരകത്തെ കാണുന്നവരാണ്. കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും മാത്രമല്ല. കാരണം നമുക്ക് പോകാനുള്ള റൂട്ടും നരകത്തിന്റെ മുകളിലാണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. നിങ്ങളിൽ ഓരോരുത്തരും നരകത്തിന്റെ മുകളിലൂടെ പോകുന്നവരാണ് തീർച്ച. ആ നരകത്തിന്റെ മുകളിലൂടെയാണല്ലോ സിറാത്ത് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്.
സ്വർഗത്തിലേക്കുള്ള റൂട്ട് അതിന്റെ മുകളിലൂടെയാണ്. അപ്പൊ നരകത്തിന്റെ മുകളിലൂടെ ഒരു സഞ്ചാരമുണ്ട്, ഒരു നടത്തമുണ്ട്, ഒരു പോക്കുണ്ട്. അത് അല്ലാഹു അങ്ങനെ തീർപ്പാക്കിയതാണ്. നരകത്തെ കൊണ്ടുവരുന്ന ഭീകരമായ ഒരു രംഗമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹദീസിൽ കാണാം, പരലോകത്തെല്ലാവരും എത്തിയ ശേഷം നരകത്തിനെ മലക്കുകൾ കടിഞ്ഞാണ് വെച്ച് വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ഒരു കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. നരകത്തിന് മൊത്തം 70,000 കടിഞ്ഞാണുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളാരും കണ്ടൊരു ലോകമല്ല, കാണാത്തൊരു ലോകമാണ്. അതിഭയാനകമായ ലോകമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാവൽ ചോദിക്കുന്നത് ആ നരകത്തിൽ നിന്നാണ്. ഒരു ദിവസം ഒന്ന് കൂട്ടി നോക്കൂ, ഇത്ര കാവൽ ചോദിക്കുന്ന ഒരു സന്ദർഭം വേറെയുണ്ടോ? ഏറ്റവും അധികം എണ്ണം അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. ഇപ്പൊ രാത്രി നമ്മൾ ചൊല്ലിയില്ലേ, നാളെ സുബഹിക്കും ചൊല്ലുന്നില്ലേ? സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടും ചൊല്ലുന്നില്ലേ? ഖുതുബയിൽ വെള്ളിയാഴ്ച ഏറ്റവും അധികം കാവൽ ചോദിക്കുന്ന നരകത്തിൽ നിന്നല്ലേ? അതൊരു ഭയാനക ലോകമാണ്. നമ്മൾ എത്ര വിശദീകരിച്ചാലും യഥാർത്ഥ വിശദീകരണമാകൂല, ചെറിയ ചെറിയ സാമ്പിളുകളെ ആകൂ. നരകത്തെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടുന്നൊരു സന്ദർഭമുണ്ട്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തിന്റെ കടിഞ്ഞാണ് ബന്ധിപ്പിക്കുമ്പോ എല്ലാ നബിമാരും, എല്ലാ ഔലിയാക്കളും, എല്ലാ മലക്കുകളും മുട്ടുകെട്ടിയിരുന്നു പോയി. പരലോകത്ത് മഹ്ശറിൽ ഇരിക്കാത്തവര് ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത എല്ലാ നബിമാരും, എല്ലാ ഔലിയാക്കളും, എല്ലാ മലക്കുകളും മുട്ടുകെട്ടി താഴെയിരുന്നു പോയി. തങ്ങൾ മാത്രമാണ് ആർജവത്വത്തോടെ നിൽക്കുന്നത്. നരകത്തെ കൊണ്ടുവന്നങ്ങ് കെട്ടുമ്പോ നരകം ഒരു ഇളക്കം അവിടെ ഇളങ്ങുന്നുണ്ട്, ഒരു ചലനം ചലിക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, ആ ചലിക്കുന്ന സമയത്തെങ്ങാനും കടിഞ്ഞാണങ്ങ് പൊട്ടിപ്പോയാൽ മഹ്ശറിൽ തടിച്ചുകൂടിയിരിക്കുന്ന കോടാനക്കോടി ജനങ്ങളെ മുഴുവൻ മലക്കുകളെയും നരകമങ്ങ് കത്തിച്ചു കളയും. അത്രയും വലിയ ശക്തിയുണ്ട്, ഊക്കുണ്ട് നരകത്തിന്. നരകത്തെ കാണുമ്പോഴേക്ക് മുട്ടുകെട്ടിയിരുന്നു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകത്തോട് സംവദിക്കുന്നു, അഊദു ബില്ലാഹി മിൻകി, നരകമേ നിന്നെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. നരകം ചോദിക്കുന്നു, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങളുടെ ശരീരം അല്ല എനിക്ക് ഹറാമാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കാവൽ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി കാവൽ ചോദിക്കാൻ നരകത്തെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്നൊരു സന്ദർഭം ഒരു ഭയാനകമായ സന്ദർഭമാണ്. സുഫായി നിൽക്കുന്ന 7 സൊഫിൽ നിൽക്കുന്ന മലക്കുകൾ പോലും മുട്ടുകെട്ടിയിരിക്കുന്ന ഒരു സന്ദർഭം, വല്ലാത്തൊരു സമയമാണ്. അപ്പ നരകത്തൊരു കാഴ്ച കാണുന്നുണ്ട്, ലതറവുന്നൽ ജഹീം. വല്ലാത്തൊരു കാഴ്ചയാണ് നരകത്തെ കാണുന്ന കാഴ്ച. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമുക്ക് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. നരകത്തിൽ നിന്നല്ലേ കൂടുതൽ കാവൽ ചോദിക്കുന്നത്. 5 വക്ത് നിസ്കാരത്തിലും കാവൽ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന്, നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ എന്നുള്ള കാവല്. അത് ചെറിയൊരു ചോദ്യമല്ല സഹോദരങ്ങളെ, വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ നരകത്തിനെ കാണുമ്പോ മുശ്രിക്കുകള്, മുജ്രിമീങ്ങൾ, കാഫിരീങ്ങളൊക്കെ ദൂരത്തുനിന്ന് കാണുമ്പോഴേക്ക് തന്നെ വാവിട്ട് കരയാൻ തുടങ്ങും. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുലം വസഫീറാ. ദൂരസ്ഥലത്തുനിന്ന് നരകത്തവർ കാണുമ്പോ ആ നരകത്തിന് അതാ നല്ല ഒരു പതക്കുന്ന ശബ്ദം കേൾക്കും, പതപതക്കുന്ന തളതളക്കുന്ന ശബ്ദം കേൾക്കും, അതേ ചെറിയ ചെറിയ ശബ്ദങ്ങളും കേൾക്കും. ആ നരകത്തെ കാണുമ്പോഴേക്ക് അവര് വല്ലാതെ കരയാൻ തുടങ്ങി. നരകത്തിന്റെ സമീപത്ത് നരകത്തിലേക്ക് വീഴ്ത്തപ്പെടാൻ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ, നരകത്തിലേക്ക് പിടിച്ച് തള്ളിമാറ്റപ്പെടാൻ അടുത്തെത്തുന്ന സമയമോ വൈദാ ഉൽഖൂ മിൻഹാ ദഊ ഹുനാലിക സുബൂറാ,
നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമ്പോ കഷ്ടനഷ്ടങ്ങൾ അവർ വിളിച്ചു പറയുകയാണ്, സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ വിളിച്ചു പറയുകയാണ്. ആ നരകം അതിഭയാനകമാണ്. ആ നരകത്തിന്റെ കാഴ്ച വല്ലാത്തൊരു കാഴ്ചയാണ്. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. രണ്ട് തരം കാഴ്ചയുണ്ടെന്ന് ചില മഹാന്മാര് പറഞ്ഞു. ആദ്യ രംഗത്തുള്ള കാഴ്ച തീജ്വാലകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന കാഴ്ചയാണ്. രണ്ടാമത് പറഞ്ഞല്ലോ, സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ഒരു നേർക്കാഴ്ച കാണുന്നൊരു രംഗമുണ്ട്. അപ്പോഴേതാണ് കാഴ്ച എന്നറിയുമോ? ആ കുടി ശരിക്കൊന്ന് നോക്കുകയാണ്. കുടിയിലേക്ക് ജനങ്ങൾ വീഴുന്ന രൂപം കാണുകയാണ്. അതിൽ ആക്രമിക്കാൻ അള്ളാഹു വെച്ചിരിക്കുന്ന ജീവികളെ കാണുകയാണ്. അട്ടഹസിക്കുന്നത് കാണുന്നു, പലതും നോക്കി കാണുന്നു. പോഴി വീഴുന്ന ആളുകൾ അനുഭവത്തോടെ തന്നെ കാണുകയാണ്. അല്ലാത്തവർ സംശയരഹിതമായ രൂപത്തിൽ തന്നെ കാണുന്നു. അതിനു മുമ്പ് നടക്കുന്നൊരു സംഗതിയുണ്ട്. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അതിന്റെ തൊട്ടു മുമ്പ് നടക്കുന്നൊരു കാര്യമാണ്. സുമ്മല തുസ്അലുന്ന, പിന്നെ നിങ്ങളോട് ചോദിക്കപ്പെടും. യൗമൈദിൻ, ആ ദിവസത്തിൽ, നരകത്തെ കാണുന്നൊരു ദിവസമില്ലേ, പാരത്രിക ലോകമില്ലേ, അന്ന് നിങ്ങളോട് ചോദിക്കപ്പെടും അനിൻ നഈം, എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദ്യം ചോദിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് ധാരാളം വിശദീകരിച്ചു പറയേണ്ടതുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ. ചോദിക്കപ്പെടുന്നത് ആരോടാണ്? ഖുർആൻ പണ്ഡിതന്മാര് രണ്ട് പക്ഷം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷം പറഞ്ഞു ചോദിക്കപ്പെടുന്നത് സത്യനിഷേധികളോടാണ്. അവരോടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കാനുള്ളത്. കാരണം അവരാണല്ലോ നരകത്തിലേക്ക് പോകാനുള്ളവര്. അതല്ല, പണ്ഡിതന്മാര് രണ്ടാമത്തൊരു പക്ഷം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യനോടും ചോദ്യമുണ്ട്, മുഅ്മിനല്ലാത്തവരോടും ചോദ്യമുണ്ട്. നിരവധി ഹദീസുകളാണ് അതിന് തെളിവാക്കി പറഞ്ഞത്. ഒന്നും രണ്ടും ഹദീസുകളല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ അടിമയോട് ചോദിക്കപ്പെടുന്ന അനുഗ്രഹം, അലം നുസഹ്ഹിഹ് ലക ജിസ്മക, നിന്റെ ബോഡിക്ക് നമ്മൾ ശരിയായ ആരോഗ്യം തന്നില്ലേ? നിന്റെ ശരീരത്തിന് ശരിയായ ആരോഗ്യം തന്നില്ലേ? നീ എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് പ്രവർത്തിച്ചത്? പ്രായപൂർത്തി എത്തിയിട്ട് ഇന്നേ വരെ ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താതെ നീ കൊണ്ട് നടന്നിട്ടുണ്ടോ? എത്ര കാലം നീ ജീവിച്ചു? പ്രായപൂർത്തിക്ക് ശേഷം ഒരു 15 ശേഷം 40 കൊല്ലം ജീവിതം തന്നില്ലേ? നല്ല ആരോഗ്യാവസ്ഥയല്ലേ തന്നത്? എന്നിട്ട് നീ എന്തൊക്കെയാ ഫർളുകൾ ചെയ്തത്? നീ എന്തൊക്കെയാ ഫർള് കിഫായകൾ ചെയ്തത്? അലം നുസഹ്ഹിഹ് ലക ജിസ്മക, നിന്റെ ബോഡിക്ക് ശരിയായ ആരോഗ്യം തന്നില്ലേ? വനർവിക മിനൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളം തന്ന് നിന്റെ ദാഹം അകറ്റിയില്ലയോ? വല്ലാത്തൊരു സന്തോഷമല്ലേ സഹോദരങ്ങളെ? നോമ്പ് തുറക്കുന്ന നേരത്തൊരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരു സന്തോഷമാണ്! അള്ളാഹു തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. എല്ലാ വിഷയങ്ങളെപ്പറ്റും ചോദിക്കപ്പെടുമെന്നല്ലേ മഹാന്മാര് പറഞ്ഞത്. പക്ഷേ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഏതനുഗ്രഹത്തെ പറ്റിയാ ഞങ്ങളോട് ചോദിക്കാനുള്ളത്? ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരല്ലേ? മുഹാജിറുകളുടെ ചോദ്യമാണ്. സമ്പത്തൊന്നും എടുക്കാൻ പറ്റാതെ ഞങ്ങൾ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വന്നവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ളിലാലുൽ മസാകിനി വൽ അസ്ജാർ, മദീനയിൽ വന്നപ്പോഴും നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ കിട്ടിയിട്ടുണ്ട്, ജീവിക്കാൻ കാരക്കത്തോട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ടെന്റുകൾ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. വൽ മാഉൽ ബാരിദു ഫിൽ യൗമിൽ ഹാർ, ഉഷ്ണമുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ട്. അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്. സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നന്ദി ബോധത്തോടെ ജീവിക്കണം. ഏറ്റവും അധികം പേടിച്ച കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങൾ തന്നെയാണ് ആ ചെറുപ്പക്കാരന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ചെറുപ്പക്കാരനായ സ്വഹാബി കല്യാണം കഴിച്ചതിന് ശേഷം തങ്ങളെ ക്ലാസ്സിൽ വന്നപ്പോ തകാസുറിന്റെ സൂറത്ത് കേട്ടു. അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് പഠിച്ച് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയെ കണ്ടപ്പോ ഭാര്യയുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ, ജീവിക്കാനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോ
ആ സ്വഹാബി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ലാ ഉരീദു ദാലിക, ഇങ്ങനെ സൗകര്യമുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ പറഞ്ഞത്? തങ്ങളോട് ആ സ്വഹാബിയുടെ മറുപടി, അലസ്ത അല്ലംതനീ, തങ്ങളല്ലേ എനിക്ക് പഠിപ്പിച്ചു തന്നത്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദിക്കപ്പെടും. വാനലാ ഉതീഖുൽ ജവാബ അൻ ദാലിക, ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് കഴിവില്ല നബിയേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആലാക്ക് ശുക്ർ വർദ്ധിപ്പിക്കണം. ആ ശുക്ർ വർദ്ധിപ്പിച്ചാൽ ചോദ്യങ്ങൾ എളുപ്പമാണ്, ഉത്തരങ്ങൾ എളുപ്പമാണ്. അല്ലാഹു നൽകിയ ആഫിയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം. അല്ലാഹു നൽകിയ യുവത്വം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണം. അല്ലാഹു നൽകിയ സമ്പത്ത് അല്ലാഹ് പൊരുത്തപ്പെടുന്ന എല്ലാ വിധാനങ്ങളിലും ചെലവഴിക്കണം. ഒന്നിനും പിശുക്കി വെക്കണ്ട. അല്ലാഹു തആല തരുന്ന ഒടിവും കടിവുമുണ്ടല്ലോ, രണ്ടും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തീർക്കണം. അല്ലാഹു തആല ഒരു ഒടിവ് തന്നാൽ ആ ഒടിവ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നൊരു ദിവസം, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടമാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്. ഷാഫി ഇമാം തങ്ങൾ ഉസ്താദാണ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിഷ്യനാണ്. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. വീട്ടിലാണ് താമസിക്കുന്നതെന്ന് രാത്രി. മക്കളോടും പെൺകുട്ടികളോടും വീട്ടുകാരിയോടും ഒക്കെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉസ്താദിന്റെ ജീവിതത്തിന്റെ ശൈലി ഖാന യഖ്സിമുൽ ലൈലത സലാസത അജ്സാ, രാത്രി 3 ഭാഗിക്കുന്ന മഹാനാണ് എന്റെ ഉസ്താദ് അഥവാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. രാത്രി 3 ഭാഗിക്കും. രാത്രിയിലെ ആദ്യത്തെ 1/3 ഭാഗം ലിമുതാലഅത്തിൽ കുതുബി വൽ ഹദീസ്, ഹദീസും കിതാബുകളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യാനും അത് പഠിപ്പിക്കാനും സംശയങ്ങളൊക്കെ തീർക്കാനും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആദ്യത്തെ 1/3 ഭാഗം. അടുത്ത 1/3 ഭാഗം ഉറങ്ങാനാണ്. അവസാനത്തെ 1/1 നിസ്കാരത്തിനും പ്രാർത്ഥനക്കും വേണ്ടിയാണ്. എന്നും ഇങ്ങനെയാണ് പതിവ്. ഈ തർത്തീബിലാണെന്നും ജീവിതം. അത് വീട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ന് വീട്ടിലെത്തി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള റൂമിലേക്ക് സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു. പക്ഷേ ഉളു എടുക്കാൻ കൊണ്ടുപോയി വെച്ച വെള്ളം അവിടെ തന്നെയുണ്ട്. ഉളു എടുത്തത് കാണുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദിനെ എഴുന്നേറ്റത് കാണുന്നില്ല. മക്കൾ വന്ന് ചോദിച്ചു, ഉപ്പയോട്, ഉപ്പ നിങ്ങളല്ലേ പറഞ്ഞത് ഉസ്താദ്, നിങ്ങളെ ഉസ്താദ് രാത്രിയുടെ അവസാന ഭാഗം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരത്തിന് ചെലവഴിക്കുന്ന ഭാഗമാണ്. ഇന്നവിടെ ഉളു എടുത്തൊന്നും കണ്ടില്ലല്ലോ, നിസ്കരിക്കുന്നതും ശ്രദ്ധയിൽ പെട്ടിട്ടില്ലല്ലോ. ഉസ്താദ് പറഞ്ഞു, മക്കളെ ഇത്രയും കാലം എന്റെ ശ്രദ്ധയിൽ അങ്ങനെയാണ്. ഇന്നുള്ളത് ചോദിക്കണമെങ്കിൽ ഉസ്താദ് റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ ചോദിക്കണം. അങ്ങ് നേരെ അകത്തേക്ക് അങ്ങ് കയറി ചെല്ലാൻ പറ്റൂലല്ലോ, രാത്രി സമയമല്ലേ. സുബ്ഹിയോടടുത്ത സമയം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വസ്ത്രങ്ങളൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല ഉസ്താദേ, ഇന്നത്തെ നിസ്കാരം വിട്ടുപോയോ? എന്നും വിട്ടുപോകുന്ന നമ്മൾ വിരാജിക്കുന്ന സ്വർഗീയ സമാനമായ വീടുകളിലല്ല ആ മഹാന്മാരൊന്നും മന്തിയുറങ്ങുന്നത്. താൽക്കാലികമായ ഷെഡുകളാണ് അവരെ വീടുകളൊക്കെ. നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെന്നോ ഉണരേണ്ടതുണ്ട്, നമ്മളെന്നോ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്, അബോധാവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കരിക്കണമെങ്കിൽ ഉറക്കം വേണ്ടേ? ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും നേരം എനിക്ക് ഉറക്കം വന്നില്ല. പക്ഷേ ഉറക്കം വരാത്ത നേരത്ത് അത് വെറുതെയായോ? ഖിയാമത്ത് നാൾ വരെ വരാനുള്ള മുസ്ലിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള 100 മസ്അലകൾ ഹദീസിൽ നിന്നും തഫ്സീറിൽ നിന്നും ഞാൻ മനനം ചെയ്തെടുത്തു. സുബ്ഹാനല്ലാഹ്, ഒഴിവുള്ള ഒരു രാത്രിയും ലാഭമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞു, മക്കളെ, ഇന്നത്തെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി എന്റെ ജീവിതത്തിലെ മുഴുവൻ രാത്രിയെക്കാളും അതിമനോഹരമാണ്.
ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ്. കാരണം ഇത്രയും 4 മണിക്കൂർ ചെലവഴിച്ചത് ഇൽമിന്റെ വഴിയിലാണ്, മസ്അലകൾ മനനം ചെയ്തെടുക്കുന്നതിലാണ്. ഷാഫി മാബദങ്ങൾക്ക് ഉല്ലാസത്തിന് പാട്ടുപാടാമായിരുന്നു. എത്രയും പാട്ടുകൾ രചിക്കാനും ഉണ്ടാക്കി പാടാനും കഴിവുള്ള മഹാനാണ്. 10,000 കവിതകൾ ബൈഹാർട്ടാക്കിയിട്ടുണ്ട് ഭാഷാ പഠനത്തിന്റെ പേരിൽ. മക്കയിൽ ബതുക്കള പിന്നാലെ പോയി ഭാഷ പഠിക്കുന്നതിന്റെ ഭാഗമായി 10,000 കവിതകൾ ഹിഫ്ലാക്കിയ മഹാനാണ് ഷാഫി മാബദങ്ങള്. അന്നത്തെ രാത്രി ഉല്ലാസത്തിനൊരു പാട്ടുപാടിയോ, എന്തെങ്കിലും ഒരു പാട്ടുപാടിയിട്ട് ആനന്ദം കൊണ്ടോ, എന്തെങ്കിലും കഥകൾ എഴുതിയിട്ട് രസം പറഞ്ഞോ? ഇല്ല. അള്ളാഹു നൽകിയ ഇൽമിനെ ശരിയായ വഴിക്ക് വഴി നടത്തി. സഹരീലി തൻഖീഹിൽ ഉലൂമി അലദ്ദുലി മിൻ വസിലി ഗാനിയത്തിൻ വതീബി അനാഖി. ഇൽമിന്റെ മുത്തുമണികൾ പെറുക്കിയെടുക്കാൻ വേണ്ടി ഉറക്കൊഴിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമാണ്. എന്റെ കൂടെ കിടക്കുന്ന എന്റെ പ്രാണപ്രേയസിയുടെ കൂടെ കിടന്ന് മധുരമൂറുന്ന വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ, നല്ല സന്തോഷകരമായുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാളും എന്റെ ഹൃദയത്തിന് ഏറ്റവും ആനന്ദം സഹരീ ലിതൻഖീഹിൽ ഉലൂം, വിജ്ഞാനങ്ങൾ അടർത്തിയെടുക്കുന്നതിന് വേണ്ടി എന്റെ ഉറക്കമൊഴിക്കലാണ്. ഒരൊഴിവുള്ള നേരം കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, ജേട്ടന്മാരോട് ഞാൻ ഉപദേശിക്കാൻ ആളല്ലെങ്കിലും ഞാനൊന്ന് ഉണർത്തട്ടെ. കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും പലപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥകൾ, വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥകൾ വന്നപ്പോ എത്ര കൃത്യമായിട്ട് നിസ്കാരങ്ങള്, എത്ര കൃത്യമായിട്ട് ഖുർആനോത്തുകൾ നമ്മൾ നിർവഹിച്ചു. ഒരു താൽക്കാലികമായ ശമനത്തിന് വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത്? അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത്? ജോലിയില്ലാതൊരു 4 മാസം മോഫായി കടന്നപ്പോ സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങളിൽ ജമാഅത്ത് നടക്കുന്നു, രാവിലെ എല്ലാവരും എണീറ്റ് ഖുർആൻ ഓതുന്നു. ആ അവസ്ഥകളൊക്കെ മാറിയപ്പോ വീണ്ടും കുടഞ്ഞുപോയോ? വീണ്ടും ഒടിഞ്ഞു മാറിപ്പോയോ? ഒഴിവുള്ള നേരം കിട്ടുന്ന നേരങ്ങളൊക്കെ മുതലാക്കണം. ഒന്നുകിൽ ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തണം. ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തുമ്പോ നട്ടം വരരുത്, ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തുന്നതിലും നട്ടം വരരുത്. നമ്മുടെ സമയങ്ങളൊക്കെ വിലമതിക്കാത്ത സമയങ്ങളാണ്, നമ്മുടെ ആയുസ്സാണത്. ആ ആയുസിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോ പണ്ഡിതന്മാര് ജീവിച്ച കാലം അവർ വിശദീകരിക്കാൻ എത്ര എളുപ്പമാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ 54 കൊല്ലം നമുക്ക് തന്നെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ മലക്കുകളോട്? ഓരോ ദിവസത്തെ ജീവിതവും കണ്ടവരുണ്ട്, രാത്രി ഒപ്പിയെടുത്തവരുണ്ട്. ഉറക്കം വരാത്ത രാത്രി പോലും അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആഫിയത്ത് വെറുതെ കളയല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കണം. ആ ആരോഗ്യം മുഴുവനും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. നടക്കുന്നതും ഇരിക്കുന്നതും ചിന്തിക്കുന്നതും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദിക്കപ്പെടുമെന്നുള്ള വിഷയം ഓർമ്മപ്പെടുത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞൊരു നിമിഷമുണ്ട്. ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരില് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മദീന പള്ളിയുടെ ഓരത്തെത്തി നിൽക്കുന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും രണ്ടുപേരും നേരം പോക്കിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂന്നാമതായിട്ട് ഒരാൾ വരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇങ്ങോട്ട് പുറത്തു വന്നത്? ഒന്നുമല്ല നബിയേ, അൽജൂ, വിശപ്പ് കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ മറുപടി പറഞ്ഞു. എന്നാ നിങ്ങൾ എഴുന്നേൽക്കൂ, നമുക്ക് അബുൽ ഹൈസമിന്റെ വീട്ടിലേക്ക് പോകാം. നട്ടപ്പാതിര സമയത്ത് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 2 സ്വഹാബിമാരും പാതിരാത്രിയിൽ ആ വീട്ടിന്റെ മുറ്റത്തെത്തി.
വാതിലിന് മുട്ടി സലാം പറഞ്ഞു 3 പ്രാവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിലിന് മുട്ടി 3 തവണ സലാം പറഞ്ഞു. മറുപടിയൊന്നും കിട്ടാതെ തിരിഞ്ഞു പോരാൻ ഒരുങ്ങുമ്പോ കതക് തുറന്നിട്ട് അബുൽ ഹൈസം തങ്ങളെ ഭാര്യ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മടങ്ങിപ്പോകല്ല. കുന്നാ നസ്മഉ സൗതക, സലാം പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ സലാം മടക്കുന്നുണ്ട്. പക്ഷേ ലാകിൻ അറദ്നാൻ തസീദ മിൻ സലാമിക, കൂടുതൽ സലാം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പതുക്കെ പതുക്കെ മടക്കിയതാ. തങ്ങൾ പറഞ്ഞു, ഖൈറാ, നല്ലത് തന്നെ. വീട്ടിലേക്ക് ഇരിക്കൂ നബിയെ. വീട്ടിന്റെ ഉള്ളിലേക്ക് ഇരുത്തിയിട്ട് അതാ കാരക്കയും വെള്ളവും ശുദ്ധവെള്ളവും കൊണ്ടുവന്നു കൊടുത്തു. ശുദ്ധജലവും കാരക്കയും ഇങ്ങനെ കടിക്കുമ്പോ വീട്ടുകാരൻ എവിടെ? തോട്ടം നനക്കാൻ പോയതാണ്. ഈ ശബ്ദങ്ങൾ കേട്ടിട്ട് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വേഗം വന്നു. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഈ പാതിരാത്രിയിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ മഹാന്മാരെ കൊണ്ട് എനിക്ക് അതിഥികളാക്കി തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഈ രാത്രിയിലും വരാൻ ഈ മഹാന്മാര് തെരഞ്ഞെടുത്തത് എന്റെ വീടാണല്ലോ. മദീനയിൽ എന്റെ വീട്ടിലെത്തിയാൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന സന്തോഷത്തിലല്ലേ പോന്നത്. ഇത് വല്ലാത്ത സന്തോഷമാണ്. ഫലം ആറകല്ലിസ്ലാമി ഇസ്സല്ലി ഉമ്മതി വലാ മിസ്ല അളിയാഫിൽ ഇറാശി മുഅശ്ശറാ നബിയ്യുൻ വസിദ്ദീഖുൻ വഫാറൂഖു ഉമ്മതി വഖൈറു ബനി ഹവ്വാ ഫർഅൻ വൻസുറാ ഫവാഫൗ ലിമീഖാത്തിൻ വഖദ്രി ഖളിയത്തിൻ വകാന ഖളാഉല്ലാഹി ഖദ്റൻ മുഖദ്ദറാ. ഏറ്റവും മഹത്വമുള്ള മഹാന്മാരെ ഈ പാതിരാത്രിയിൽ എന്റെ വീട്ടിലേക്ക് അതിഥികളായി എത്തിച്ച അള്ളാഹുവിന്റെ നിശ്ചയം വല്ലാത്ത നിശ്ചയം തന്നെ. എനിക്ക് സന്തോഷമുള്ള രാത്രിയാണ്. കത്തിയെടുത്ത് പുറത്തിറങ്ങി. എങ്ങോട്ടാണ് അബുൽ ഹൈസമേ? ഒരാടിനെ അറുക്കാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആടിനെ അറുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇയ്യാക വൽ ഹലൂബ്, പാല് കറക്കുന്ന ആടിനെ അറുക്കരുത്, അല്ലാത്ത ആടിനെ അറുത്തോളൂ. ഒരാടിനെ അറുത്തിട്ട് നല്ലവണ്ണം മാംസമുണ്ടാക്കി വേവിച്ചു. അപ്പുറത്തതാ ഭാര്യ നല്ല പൊടിയിച്ച് നല്ല റൊട്ടി ചുട്ടു. ആ റൊട്ടിയും ഇറച്ചിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു കൊടുത്തു. നല്ലോണം ഭക്ഷിച്ചവർ കുടിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഹാദാ മിനൻ നഈമില്ലദീ തുസ്അലൂന അൻഹു, ചോദിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടത് തന്നെയാണിതും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്കിൽ വേണ്ട നബിയേ, ഈ വിഷയത്തെ പറ്റി ചോദിക്കുന്നതിന് ഉത്തരം പറയാ നമ്മൾ നിൽക്കണ്ടേ? 2 കൈയും തൊള്ളയിലേക്ക് കൊണ്ടുപോയി ഭക്ഷിച്ചത് ഛർദിക്കാൻ. സിദ്ദീഖ് തങ്ങളെ അപായം ചെയ്യരുത്, അപകടം ചെയ്യരുത്. അള്ളാഹുവിന് ശുക്ർ പറയുക, ഒരുപാട് ഹംദ് പറയുക, ഒരുപാട് നന്ദി പറയുക. അള്ളാഹു ചെയ്ത അനുഗ്രഹമാണെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. എതിരായി ഒന്നും ചെയ്യേണ്ടതില്ല. ഓ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കറക്റ്റായി ഉത്തരം പറയണം. മഹാന്മാരായ ചില പണ്ഡിതന്മാര് തഫ്സീർ പറഞ്ഞപ്പോ അന്നഈമു ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലതസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഒരു വലിയ അനുഗ്രഹത്തെ പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടും. ആ വലിയ അനുഗ്രഹം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ കൊണ്ടല്ലേ നമ്മൾ ഹിദായത്തിലായത്, തങ്ങൾ കാരണമല്ലേ നമ്മൾ സുഹൃതങ്ങൾ ചെയ്തത്, തങ്ങൾ കാരണമാണ് എല്ലാ നിഅമത്തുകളും നമുക്ക് ലഭിച്ചത്. വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദർ തങ്ങൾ കാരണമായി അല്ലാഹു നമുക്ക് തന്നതാണ്. ഒന്നായി പറയാനില്ല, എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നഈം എന്നതുകൊണ്ട് ഉദ്ദേശം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂൽ
റസൂലാ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തത്. അവരിൽ നിന്നൊരു റസൂലിനെ അല്ലാഹു നിയോഗിച്ചു കൊടുത്തല്ലോ. ആ അനുഗ്രഹം ചെറുതല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, അവിടെ മാതൃകകൾ സ്വീകരിക്കുക, അവിടുത്തെ ഇത്തിബാ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. നാളെ കടക്കാൻ പോകുന്ന സ്വർഗ്ഗത്തിലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ചേരാൻ ഈ സദസ്സ് അല്ലാഹു സബബാക്കി തരട്ടെ.